പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും പങ്കുവയ്ക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൽ ആദരണീയയായ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സോഫിയ KA എന്ന് പറയുന്ന കർത്തൃദാസിയാണ്. തൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. താൻ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ഒരു സഹോദരിയാണ്. തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾ ഇതുവരെ ഈ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടാവുകയും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സാക്ഷ്യം വളരെ അനുഗ്രഹമായിരിക്കും. നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, കർത്താവിനോടുള്ളതായ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവീയ വിടുതലുകൾ അനുഭവിപ്പാൻ നിങ്ങൾക്ക് സഹായകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സോഫിയ KK അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു തോന്നുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെയൊക്കെ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് കോട്ടയത്തു നിന്നാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മോന് കുടുംബമായിട്ട് കാനഡയിൽ മിഷണറി ആയിരിക്കുന്നു. പിന്നെ മോള് അമേരിക്കയിലാണുള്ളത്, സിയാറ്റില്. ഞാൻ 20 വർഷമായി മുസ്ലിം സമുദായത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ സ്വന്തം ദേശം കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇപ്പോൾ ഞാൻ ദൈവവേലയോടനുബന്ധിച്ച് കോട്ടയത്തായിരിക്കുന്നു. എനിക്ക് 2 ആങ്ങളമാരും അമ്മയും ഉണ്ട് ഇപ്പോഴും കുടുംബത്തെ. എൻ്റെ ഫാദർ ഞാൻ 10th പഠിക്കുമ്പോൾ മരിച്ചുപോയി ക്യാൻസറായിട്ട്. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എൻ്റെ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. വിവാഹം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കുടിയിൽ നിന്നൊരു മോചനം കിട്ടാനാണ് ശരിക്കും ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് എൻ്റെ കർത്താവിനെ അറിയുവാൻ എൻ്റെ കർത്താവ് എനിക്കൊരു മുഖാന്തരം ഒരുക്കി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് കുടിയാണെന്ന്. അപ്പം എൻ്റെ മോനെ പ്രസവത്തിനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഇങ്ങനെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അകന്ന് നിൽക്കുകയും ഒക്കെയാണ്. എന്നെ ഇടയ്ക്ക് കാണാനൊന്നും വരാനും ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെന്നു. ഡെലിവറി കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ മോൻ്റെ തൊട്ടിലിന് ചുറ്റും കുറച്ച് പേരിങ്ങനെ കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. നല്ലൊരു മോന്, കാണാൻ നല്ലൊരു കുഞ്ഞ്, അതിൻ്റെ കാല് കണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോനെ എടുത്ത് എൻ്റെ മടിയിലോട്ട് വെച്ച് ഞാൻ നോക്കുമ്പം അവൻ്റെ കാലിൻ്റെ പത്തി ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. ഒരു ബലമില്ല ഈ പത്തിയുടെ ഈ ഭാഗം കൊണ്ട്. അപ്പം എനിക്കത് ഭയങ്കര മനപ്രയാസമായി. ഓൾമോസ്റ്റ് കുടുംബജീവിതത്തിലും പ്രശ്നം, ഈ മോനെ ഇങ്ങനെയായി, അതെന്നെ വളരെയധികം തകർത്തു എൻ്റെ ഹൃദയം. ഞാൻ ഒത്തിരി കരയാനും ഒക്കെ തുടങ്ങി. പിറ്റേ ദിവസം പിള്ളേരുടെ ഡോക്ടർ വന്നപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് പിറവിയിലുള്ളതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടന്നുപോയി. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നു. ഞാൻ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഞാനൊരു ട്രാക്റ്റിൽ നിന്ന് വായിച്ചു, ഒരു പേപ്പറിൽ നിന്ന് വായിച്ചു, യേശു ഒരു മുടന്തനെ. അതെന്റെ മാറ്റമല്ലാത്തതുകൊണ്ട് ഞാൻ താഴോട്ട് വായിച്ചില്ല. ഞാൻ അതിന്റെ ഹെഡിങ് മാത്രം വായിച്ചു. ആ ചിന്ത എൻ്റെ ഹൃദയത്തിലോട്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ. ഞാൻ എൻ്റെ മോനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പറയാൻ തുടങ്ങി, ഈ വായിച്ചത് ശരിയാണെങ്കിൽ അവൻ്റെ കാലയിലോട്ടും കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ യേശുവെന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ 4 ദിവസം ഇത് തന്നെ വളരെ തകർന്ന ഹൃദയം നുറുങ്ങി. അതാ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന്.
ശരിക്കും എൻ്റെ പ്രാർത്ഥനയുടെ ആ പ്രാസത്തിലോ അച്ചടി ഭാഷയിലോ ഒന്നുമല്ല, ഹൃദയ നുറുക്കത്തോടു കൂടി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 4ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആകാൻ നേരത്ത് കുഞ്ഞിനെ എടുത്തു നോക്കുമ്പം ആ കുഞ്ഞിനെ ടർക്കിക്കകത്തോട്ട് പൊതിയാൻ നോക്കിയപ്പം അവന്റെ കാലിങ്ങനെ ബലപ്പെട്ടിരിക്കുന്ന കണ്ടു. ഇങ്ങനെ കിടന്നിരുന്ന കാല് ഇങ്ങനെ നൂർന്നിരുന്നു. ഞാൻ ഇങ്ങനെ ആ കാലിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ ഒന്ന് ബലം കൊടുത്തവന്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കാല് സൗഖ്യമായെന്ന്. അങ്ങനെ എൻ്റെ യേശുവിന്റെ സ്നേഹം ഒന്ന് അറിയുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. പക്ഷെ എനിക്ക് വചനം അറിയത്തില്ല, തുടർന്നും എനിക്ക് യേശുവുമായിട്ട് ബന്ധമില്ല. ഞാനത് സംഭവിച്ച എൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുമില്ല. അതുമല്ല, ഓൾമോസ്റ്റ് തകർന്നിരിക്കുന്ന ഒരു കുടുംബജീവിതം ആയതുകൊണ്ട് എൻ്റെ പ്രസവത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു സന്തോഷമോ ആർക്കും ഒരു സന്തോഷമോ ഒന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതൊന്നും പറയാൻ പോയില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു. 8-9 മാസം എൻ്റെ മോനായപ്പോൾ എൻ്റെ വീട്ടുകാരെനിക്ക് വേറെ വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു സമുദായത്തിന്റെ കാര്യം. അവർക്കൊന്നും ശരിയായില്ലെങ്കിൽ അടുത്തതിലേക്ക് കടക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് എനിക്കും വേറെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഒന്നൊന്നോടുകൂടി തീരണം, എനിക്കിനി വേറൊരു വിവാഹം വേണ്ട, ഞാൻ എൻ്റെ മോനെയും വളർത്തി അങ്ങനെ ജീവിച്ചോളാം. പക്ഷെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ അന്നൊക്കെ ഫോണില്ലല്ലോ, ഒരു ലെറ്റർ അയച്ചു, ഞാനിങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അഡ്രസ്സിലാണ് മറുപടി വന്നു. ഞാനപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരത്തില്ല, കോട്ടയത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴൊക്കെ എൻ്റെ അമ്മ പറയും, ഇനി പോവുകയാണെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ വളരെയധികം വേദനിച്ചു, പോകാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ, എൻ്റെ മോൻ വളരുകയാണ്, അതുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുമല്ല അവന്റെ അപ്പനോളം വരത്തില്ലല്ലോ വേറൊരു അപ്പൻ വന്നാൽ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മോനെ എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു, ഇനി ജീവിതത്തിൽ പരാജയമാണെങ്കിൽ തിരുവനന്തപുരം വഴി ഒത്തിരി ട്രെയിൻ ഓടുന്നുണ്ട്, അതിന് തല വെച്ചിടത്തോണം, വീട്ടിലോട്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പൊ പെറ്റമ്മ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലായി എൻ്റെ ജീവിതം. എന്നിട്ട് ഞാൻ ഓർത്തു, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലോട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഹസ്ബൻഡ് നാട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പം പൊന്നുമേ കുരു എന്ന് പറഞ്ഞതുപോലെ അത്രയും നാളും ഓൾമോസ്റ്റ് 1 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിന്നു. അപ്പം അങ്ങനെയായി. ഭയങ്കര മദ്യപാനമായി അദ്ദേഹം. ഒരു തരത്തിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെളുപ്പാങ്കാലത്ത് 2 മണി 3 മണിക്ക് കയറി വരും. ഇത്രയും താമസിച്ച് എന്തെന്ന് ചോദിച്ചാൽ എന്നെ അടിക്കാൻ തുടങ്ങും, ഒരു സുബോധവും ഇല്ലാത്ത ഒരു രീതിയിൽ. അപ്പം അങ്ങോട്ട് കൈയൊക്കെ ചുരുട്ടി കയറ്റി വെച്ച് ഇങ്ങനെ അടിക്കാൻ, റൗഡികൾ അടിക്കാൻ തുടങ്ങുന്ന പോലെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ഒന്ന് പൊങ്ങുന്ന കണ്ടാ വീണ്ടും എന്നെ അടിക്കും. തീരെ എനിക്ക് പൊങ്ങാൻ മേലാത്ത അവസ്ഥയിലാവുമ്പോഴാണ് അടി നിർത്തുന്നത്. ഇങ്ങനെയായി എൻ്റെ ജീവിതം. പിന്നെ ആയപ്പോൾ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ തുടങ്ങി. വേറെ ഒരു വഴിയില്ല എൻ്റെ മുൻപിൽ, ആത്മഹത്യ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സമാധാനമില്ല. ഫുഡുണ്ട്, ഞങ്ങൾക്ക് കാറുണ്ട്, ആവശ്യത്തിനുള്ള വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയായി. അങ്ങനെയായപ്പോൾ ഞാൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ സ്ത്രീകളും ഓരോ ദിവസവും എങ്ങനെ കുഞ്ഞിനെ വളർത്തും, അല്ലെ അടുക്കളയ്ക്കകത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കും, ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. എൻ്റെ ചിന്ത മൊത്തം എങ്ങനെ ആത്മഹത്യ ചെയ്യാം, ഏതാണ് ഈസി വേ. എനിക്ക് മരിക്കാൻ പേടിയാ, എനിക്കൊരു മുറിവ് പോയാലും പേടിയുള്ള കൂട്ടത്തിലാ. അപ്പം എന്തെന്ന് വെച്ചാൽ എന്നെ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒത്തിരി അടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാനൊരു പെണ്ണായിരുന്നല്ലോ, എൻ്റെ 2 ആങ്ങളമാർക്ക് ഒരു സഹോദരിയാണ് ഞാൻ. എൻ്റെ ഫാദർ എന്നെ വളരെയധികം ലാളിച്ചൊക്കെയാണ് വളർത്തിയത്. അതുകൊണ്ട് ഈ അടി എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും മരിക്കുക എന്നുള്ള ചിന്തയായി. പിന്നെ തൂങ്ങിച്ചാകുന്നതാണോ, ഞരമ്പ് മുറിക്കുന്നതാണോ, ഏതാണ് ഈസി വേ ആത്മഹത്യക്ക് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ കെഞ്ചിച്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരു പ്രാവശ്യം എന്നെ ഇങ്ങനെ അടിച്ചേച്ച് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്, മിക്കവാറും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുന്ന ഒരു ചെറിയ ക്ലിനിക്കാ. അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, ഇതെന്തോ പറ്റിയാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടി കൊടുത്താന്ന്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനെ കൊലപാതകത്തിന് എനിക്ക് സാക്ഷി പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര അപമാനമായി തോന്നി. ഞാൻ വീട്ടിൽ വന്നത് ഒരു കത്തി എടുത്ത് നെഞ്ചിനിട്ട് തന്നെത്താൻ കുത്തി. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തില് അദ്ദേഹത്തിന്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഹിന്ദുവിൽ നിന്ന് വന്നൊരു മനുഷ്യന്
അദ്ദേഹം റൗഡിയായിട്ടൊക്കെ നടക്കുകയും വെറും മോശമായിട്ട് സ്വഭാവത്തിൽ നടന്ന ഒരു മനുഷ്യനാ. അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ കുടിച്ചിട്ട് ഓടയ്ക്കകത്ത് വീണു. അവരുടെ തന്നെ ഗ്രൂപ്പിലുള്ള കുറെ ചെറുക്കന്മാര് ഈ മീൻകാരിയുടെ കയ്യിൽ നിന്ന് ഒരു കൊട്ട മീൻ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ തലയിലോട്ട് കമത്തി ഓടയ്ക്കകത്ത് കിടക്കുന്ന ആ മനുഷ്യന്റെ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ആരോ പ്രാർത്ഥനക്കാരെ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരുത്തി. അദ്ദേഹം അന്നേരം ഒരു ധ്യാന കേന്ദ്രത്തിൽ പോവുകയും അവിടെ വെച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഷോൾഡറിലോട്ട് എന്തോ വീഴുന്നത് പോലെ തോന്നി. അദ്ദേഹം തൊട്ടു നോക്കിയപ്പം അത് ബ്ലഡ് ആയിരുന്നു. അന്നേരം അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു എന്ന്. അങ്ങനെ അദ്ദേഹം ദൈവത്തിലോട്ട് വരികയും എൻ്റെ വീട്ടിൽ വന്ന് ഡെയിലി പറയാൻ തുടങ്ങി, സിസ്റ്ററെ നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയാ, അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞും ആത്മഹത്യയെപ്പറ്റിയും ചിന്തിച്ചൊന്നും ജീവിക്കേണ്ട ആളല്ല, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു. ഞാൻ പറഞ്ഞു, ദേവദാസനെ എനിക്ക് എല്ലാം ഉണ്ട്, എനിക്കില്ലാത്ത സമാധാനം, നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ സമാധാനം കിട്ടുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നോട്, ശരി വന്നു നോക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒത്തിരി പ്രാവശ്യം പറയാൻ തുടങ്ങി, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം, എനിക്കൊരു സമാധാനമില്ല, ഈ കുടിയൊക്കെ നിൽക്കും. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് എതിർക്കാൻ തുടങ്ങി, ഇനി ക്രിസ്ത്യാനികളുടെ പറയാ, ഇനി പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ 2-3 മാസക്കാലം ഞാൻ ഇങ്ങനെ നിരന്തരം ഫോഴ്സ് ചെയ്യുകയും അദ്ദേഹം വന്ന് ഫോഴ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ദുരേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ ദുരേ എന്ന് പറയുന്ന ബ്രദർ വന്ന് ഫോഴ്സ് ചെയ്യാനൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം ഇദ്ദേഹം മനസ്സോടെ സമ്മതിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ധ്യാനത്തിന് പോകാനായിട്ട് ഇടയായി തീർന്നു. തങ്ങിയുള്ള 2-3 ദിവസത്തെ 7 ദിവസം എന്തോ ആണ്, ഒരാഴ്ച, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ആ എൻട്രിക്കകത്തോട്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ആ ഭയവും ആ ടെൻഷനും ഒക്കെ അങ്ങ് മാറി. അത് കഴിഞ്ഞ് ഒരു വെളുപ്പിന് 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, വെളുപ്പാങ്കാലത്ത് ഒരു 2-2:30 അടുത്ത സമയത്ത് ഭയങ്കരമായ ഒരു സ്വരം കേൾക്കുവാണ്. ആകാശമെല്ലാം കൂടി ഇടിഞ്ഞു കീറി വരുന്നത് പോലത്തെ ഒരു സ്വരം. വേറെ ആരും അത് കേൾക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ്, പെണ്ണുങ്ങളെല്ലാം ഒരു സൈഡിൽ താമസിക്കുകയാണ്, ആണുങ്ങളുടെ വേറൊരു സൈഡിലാണ്. ഞാനും എൻ്റെ മക്കളും ഉണ്ട്. എൻ്റെ മോന് ഒരു 8 വയസ്സും മോൾക്ക് 4 വയസ്സും ഉണ്ട്. അന്നേരം ആ സമയത്ത് ഞാൻ മാത്രം ആ പായലിരുന്നുകൊണ്ട് കേൾക്കുകയാണ്. ഞാൻ വിചാരിച്ചു, എന്തുവാണ് ഇത്രയും വലിയൊരു സ്വരം, ആകാശമെല്ലാം കീറി മുറി താഴോട്ട് വരികയാണോ എന്നൊക്കെ ഭയപ്പെട്ടു ഒക്കെ ഞാൻ ഇരിക്കുമ്പം ഞാൻ കേട്ടു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം നീ എന്റെ സാക്ഷിയാകും. അതൊരു വചനമാകണമെന്ന്. സ്തോത്രം കർത്താവേ, നന്ദി, യേശുവിന്റെ മഹത്വം. അതൊരു വചനമാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ ഒരു വചനമാണത്. പക്ഷെ അന്ന് എനിക്ക് വചനമാണെന്ന് അറിയത്തില്ല. ഒരു കാര്യം സംഭവിച്ചു, ഈ സ്വരം എന്നെ അങ്ങ് വളരെയധികം ബലപ്പെടുത്തി. ആരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എൻ്റെ അകത്ത് വന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അന്ന് തൊട്ട് പിന്നെ ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ് അതിന്റെ വാസ്തവമായ കാര്യം. ഞാൻ അന്നേരം ഒന്ന് ചിന്തിച്ചു, സാക്ഷി എന്നൊരു വേർഡ് അതിനകത്തുള്ളതുകൊണ്ട് ഈ ബ്രദറും ദുരൈ ബ്രദറും എപ്പോഴും പറയുമല്ലോ സാക്ഷി എന്നുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. എന്തോ ആണേലും വേണ്ടില്ല, അതെനിക്ക് സമാധാനം തന്നു, ധൈര്യപ്പെടുത്തി എന്നെ, എൻ്റെ ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നെ. അതുപോലെ തന്നെ ലൂക്കാസ് സുവിശേഷത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, 10-നകത്ത് പറയുന്നു, സർവ്വജാതി ജനങ്ങൾക്കുമുള്ള മഹാസന്തോഷം എന്ന് എൻ്റെ യേശുവിനെ പറയുന്നു. ആ ഒരു മഹാസന്തോഷം എൻ്റെ അകത്ത് കടന്നു വന്നു. ഏത് ജാതി മതസ്ഥരാണേലും ഈ ക്രിസ്തുവിൽ മാത്രമേ മഹാസന്തോഷമുള്ളൂ, വേറെ ഒന്നിലും മഹാസന്തോഷം കിട്ടത്തില്ല. എൻ്റെ ലൈഫിന്റെ ഒരു സാക്ഷ്യമാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം. അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് തക്കല എന്ന് പറയുന്ന മാർത്താണ്ഡത്തിനടുത്തുള്ള ദേശമാണ്. അവിടേക്ക് ഞങ്ങൾ പോയി. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഒരു മാനസാന്തരം ഉണ്ടായില്ല. ദൈവം അദ്ദേഹത്തെ തൊട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതോ തൊട്ടതായിട്ടാണോ, അദ്ദേഹത്തിന് അറിയാത്തതാണോ, എന്തുവാണെങ്കിലും അദ്ദേഹത്തിന് രൂപാന്തരം ഉണ്ടായില്ല. പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും അത് ഭയങ്കര രൂപാന്തരം ഉണ്ടാക്കി. ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കർത്താവ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. വേറൊന്നിനും എനിക്ക് ചിന്തയില്ലാതായി. എൻ്റെ കർത്താവ് മാത്രമായി എൻ്റെ ഹൃദയത്തിൽ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും കുടിക്കുന്നു, വരുന്നു. ഒരാഴ്ചയൊക്കെ കുടിക്കാതൊക്കെ ഇരുന്നു. അതിനുശേഷം വീണ്ടും കുടിയായി. ഒരു ദിവസം നേരത്തെ വരികയാണെങ്കിൽ ഏതേലും ഫ്രണ്ട്സ് വന്ന് ആ വേലി സൈഡിൽ നിന്ന് വിളിക്കും, അദ്ദേഹം വീണ്ടും പോകും, കുടിക്കും, വീണ്ടും പഴയതുപോലെയായി. ഞാൻ അപ്പോൾ കർത്താവിനോട് പറയാൻ തുടങ്ങി, യേശുവേ, എൻ്റെ നാട്ടിലോട്ട് എങ്ങാനും ഒന്ന് സ്ഥലം മാറി പോകാൻ പറ്റുന്നെങ്കിൽ, ഈ കൂട്ടുകെട്ടായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ കുടിപ്പിക്കുന്നത്, അവിടേക്ക് പോയെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുടിയൊക്കെ മാറുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സാഹചര്യം ഒരുക്കി എൻ്റെ ദേശത്തേക്കൊന്ന് പോകാൻ അവസരം തരണമെന്ന് പറയാൻ തുടങ്ങി. അപ്പം എൻ്റെ മോളെ പ്രസവത്തിനൊക്കെ എൻ്റെ നാട്ടിൽ പോകുവാനും ആ സമയത്ത് എൻ്റെ മോളെ ഞാൻ എൻ്റെ മോന് നോ റിലിജൻ എന്നാണ് ഞങ്ങൾ ഇട്ടത്. എൻ്റെ മോളെ അവിടെ പ്രസവിച്ചത് കൊണ്ട്
മുസ്ലിം എന്നും സജ്ജന എന്നും അവൾക്ക് പേരിട്ടത്. അപ്പം അതിനുശേഷം എൻ്റെ വീട്ടുകാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദേശത്തോട്ടൊന്ന് പോകാൻ പറ്റിയെങ്കിൽ യേശുവെന്ന്. ഏതായാലും വേണ്ടിയില്ല, കർത്താവ് എനിക്ക് അതിനൊരു അവസരം തന്നു. എൻ്റെ ഹസ്ബൻഡ് ദുബൈക്ക് പോകാനായിട്ട് ഒരു വഴി തുറക്കുകയും എന്നെ എൻ്റെ മക്കളെയും നാട്ടിലേക്ക് പറഞ്ഞു വിടുകയും ഞങ്ങൾ എൻ്റെ വീടിനടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ യേശു എൻ്റെ അകത്തുണ്ടല്ലോ, അതൊരു ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് യേശുവിനെ പറ്റി ആരോടെങ്കിലും ഒക്കെ പറയണമെന്നുള്ളൊരു ചിന്തയായി എൻ്റെ ഹൃദയത്തില്. അതിനിടയ്ക്ക് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചൊരു കാര്യം സംഭവിച്ചു. അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ എൻ്റെ പേര് വിളിക്കുകയും സോഫിയ എന്ന് പറയുന്ന മോളുടെ മൈഗ്രെയിൻ തലവേദന വർഷങ്ങളായിട്ടുള്ളത് പാരമ്പര്യ തലവേദന സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി. അതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും തലയ്ക്കകത്ത് വേദനയാണ്. ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലയ്ക്കകത്ത് വേദനയും ഒക്കെ ആയിട്ട് എൻ്റെ പഠിത്തത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. മൈഗ്രെയിൻ തലവേദന, എൻ്റെ ഹസ്ബൻഡും എന്നെ ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി. അപ്പം അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ മൈഗ്രെയിൻ തലവേദനയുണ്ട്. ആ തലവേദന എനിക്ക് വർഷങ്ങളായിട്ടുള്ളത് കർത്താവ് സൗഖ്യം തന്നു. അതെനിക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. അപ്പൊ അതാണ് ഞാൻ കൂടുതലും എല്ലാവരോടും പറയുന്നത്. എൻ്റെ മോന്റെ കാല് സൗഖ്യമായതും എനിക്ക് തലവേദന സൗഖ്യമായി. ഈ 2 കാര്യമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ, വേറെ വചനമൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു ഹിന്ദു ചേച്ചിയുണ്ട്, സുഭദ്ര ചേച്ചി എന്ന് പറയുന്ന ആ ചേച്ചിയോട് ഞാൻ പറയാൻ തുടങ്ങി യേശുവിനെ പറ്റിയൊക്കെ, ഇങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടിയെന്നൊക്കെ. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്ററേയും കുടുംബത്തെ അറിയാം എനിക്ക്, അവരെ ഞാൻ പറഞ്ഞു വിടാം വീട്ടിലോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ IPCയിൽപ്പെട്ട ഒരു പാസ്റ്ററും കുടുംബവും എൻ്റെ വീട്ടിലോട്ട് വരികയും അദ്ദേഹം വചനം പറഞ്ഞു തരാനൊക്കെ തുടങ്ങി. എനിക്കിത് ഭയങ്കര സന്തോഷം. അങ്ങനെ സത്യവചനം ഞാൻ കേൾക്കാൻ തുടങ്ങി. അതുവരെ എനിക്ക് സത്യവചനം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്നതെന്ന് പറയാൻ, എൻ്റെ മോനും മോളും പഠിക്കുന്ന സ്കൂളിന്റെ അടുത്തുള്ള സ്ഥലമാണത്. ഞാൻ സ്കൂട്ടറിൽ അവരെ കൊണ്ടുവിട്ടിട്ട് ഞാൻ ആ വീട്ടിൽ കയറാൻ തുടങ്ങി. എന്നിട്ട് വചനം കേൾക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി മാറി. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഫാദറിന്റെ കാലത്ത് പാറമട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെ പാറമടയിൽ മെറ്റടിക്കുന്ന സ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒരു കോളനി ആയതുകൊണ്ട് അവിടെ ഉള്ളവർ ചെന്ന് പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടില് ഇങ്ങനെ എൻ്റെ ദേശത്തൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ അറിയപ്പെടുന്നത് അൻസാരി ഹോട്ടൽ എന്ന എൻ്റെ ആങ്ങളുടെ മൂത്ത ബ്രദറിന്റെ പേരാ അത്. ഞങ്ങൾക്കൊരു ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ആ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ അൻസാരിയിലെ കൊച്ച് ആ വീട്ടിൽ വരുന്നുണ്ട്, ആ പാസ്റ്ററുടെ വീട്ടിൽ നിന്ന് അവിടങ്ങളിലൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് പരിചയത്തിന്റെ പേരിലാന്ന് പറഞ്ഞു. പക്ഷെ ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്കും കൂടെ തുടങ്ങിയപ്പം ആ ദേശത്തുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെയായി. മുസ്ലിം പള്ളിയിൽ നിന്നും ഉസ്താദുമാരും കുറച്ച് ആൾക്കാരും ഒക്കെ കടന്നു വന്ന് എൻ്റെ വാടക വീട്ടിലോട്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ യേശുവിലാന്ന് കേട്ടു, ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നല്ലെങ്കിൽ വീട്ടുകാരെ വിടണം, അതല്ലെന്ന് വരികില് യേശുവിനെ വിടണം, എന്താ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ തല അറുത്ത് മാറ്റി വെച്ചാൽ ഞാൻ യേശുവിനെ വിടുന്ന പ്രശ്നമില്ല. കാരണം ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത് യേശു ഉള്ളത് കൊണ്ടാ. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചവളായിരുന്നു, എന്നിൽ ചാടി ചത്താ മതി എന്ന് ശ്രമിച്ചവളാ. ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാ. അതുകൊണ്ട് യേശുവിനെ വിട്ടിട്ട് മാത്രം ഒരു കാര്യവുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ശരി, എന്നാല് അമ്മയും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് മുറിക്കണം, അവരുമായിട്ട് ഇനി നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുമായിട്ട് ബന്ധമുണ്ട്, ഞാനത് മുറിക്കുന്നില്ല, അമ്മ മുറിക്കുന്നെങ്കിൽ മുറിച്ചോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു വീട് പണിത് താമസിക്കാൻ, അതുവരെ അമ്മ പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ വീട്ടില്. അപ്പൊ പുതിയൊരു വീട് പണിത് ഞാൻ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് കൂട്ടുകിടക്കാനായിട്ട് അവിടെ വരാൻ തുടങ്ങി. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇതുപോലെ യേശുവിന്റെ പുറകെ പോകരുത് നീ, അങ്ങനെ പോയ കുടുംബക്കാരെല്ലാം നിന്നെ ഉപേക്ഷിക്കും, പള്ളിക്കാർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ എനിക്ക് കാണാൻ പറ്റാതെയാകുമെന്ന്. ഞാൻ പറഞ്ഞു, അത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാന്ന് വെച്ചാൽ യേശു ഇല്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മോനോട് എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇത് അമ്മ പറയുന്നതൊക്കെ കള്ളമാ, ജീവിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെയാ ക്രൂശി പിടിച്ച് തറയ്ക്കാൻ പറ്റുന്നത്? യേശുവിന് പകരം വേറെ ആരേണ്ടെയൊക്കെയാ ഒരാളെയാ തറച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കള്ളക്കഥയൊന്നും വിശ്വസിക്കില്ല, അതെങ്ങനെ ഒരു ദൈവത്തെ ക്രൂശി തറയ്ക്കുന്നതാണ്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മയോട് എൻ്റെ മോൻ പറയുകയുണ്ടായി, അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാകത്തില്ല, അതൊക്കെ ദൈവം തരേണ്ട വെളിപ്പാടാ, അതുകൊണ്ട് അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന്. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്ന കണ്ടിട്ട് പള്ളിക്കാര് ബഹളം ഉണ്ടാക്കുകയാണ്, കുടുംബക്കാരെല്ലാം ഭയങ്കര പ്രശ്നമായി. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ തിണ്ണെ വന്ന് നിന്നേച്ച്
എന്നോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഒരിക്കലും എൻ്റെ വീട്ടിലോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. എനിക്കത് ഭയങ്കര ഭാരമായിരുന്നു. എങ്കിൽ പോലും ഞാൻ കർത്താവിനെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും സമാധാനമൊക്കെ പറഞ്ഞില്ല. അങ്ങനെ 20 വർഷത്തിന് മേളിലായി എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ട്, എൻ്റെ കുടുംബക്കാരെ ഞാൻ കണ്ടിട്ട്. അങ്ങനെയായപ്പോ എൻ്റെ ഫാദറിന്റെ ചേട്ടൻ ആരെ കണ്ടാലും ചീത്ത വിളിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കപ്പൊ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയയിൽ ഞാനൊരു വീട്, അവിടെയാണ് ഞാൻ വീട് വെച്ചത്. ഒരിക്കലും നമുക്ക് ആ സ്ഥലം കിട്ടത്തില്ല. പക്ഷെ എന്നെ കണ്ടപ്പം ആ സെക്രട്ടറി പറഞ്ഞു, നിങ്ങളെ കണ്ട ഒരു മുസ്ലിം ആയിട്ട് തോന്നുന്നില്ല, ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥലം എനിക്ക് എഴുതി കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് ഞാൻ. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, യേശുവേ, ഒത്തിരി VIP താമസിക്കുന്ന ഒരു കോളനി, അത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു കോളനി. അദ്ദേഹം ഇവിടെ വന്ന് കിടന്ന് ചീത്ത വിളിച്ച് എനിക്ക് ഭയങ്കര നാണക്കേടാകും. അതുകൊണ്ട് അദ്ദേഹം വരുമ്പം സിംഹത്തിന്റെ വായ അടച്ചതുപോലെ വായ അങ്ങ് അടയ്ക്കണേ അപ്പാന്ന് പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞതും ആ കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചിട്ട് ഞാൻ കതക് തുറന്നിട്ട് ഞാൻ പറയാം, വിളിച്ച കയറി വാരെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ കയറി വരാനൊന്നും വന്നതല്ല, നീ ബന്ദിക്കോസിൽ പോയെന്ന് അറിഞ്ഞു, നിന്നെ ഞാൻ 4 പറയാൻ വന്നതാ. എന്തോ അറിയത്തില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. ഒരക്ഷരം എന്നെ പറഞ്ഞില്ല. അങ്ങനെ ഒരു സമയം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞങ്ങളുടെ ജംഗ്ഷനിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിയെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം വിഷയം ഉണ്ടാക്കും. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂൾ, അവൻ +1 പഠിക്കുന്നത് എരുമേലിയിലാണ്. എനിക്ക് അവിടെ പോയിട്ട് ഈ ജംഗ്ഷനിൽ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അന്നും അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ പറയും, യേശുവേ, നിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ ഒന്ന് മറിക്കണം, ഞാൻ ബസ്സിൽ കയറുന്നിടം വരെ ഇദ്ദേഹം എന്നെ കാണരുതെന്ന്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ബസ് വരാൻ ഒരു 5-8 മിനിറ്റ് പിടിച്ചു. ഇദ്ദേഹം എൻ്റെ തൊട്ടടുത്താ നിൽക്കുന്നത്. എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ വേറെ അങ്ങോട്ടോ നോക്കും, വീണ്ടും എനിക്കിട്ട് നോക്കും, വേറെ നോക്കും. എന്നെ അദ്ദേഹം ആക്ച്വലി കാണുന്നില്ല, അതാണ് വാസ്തവം. എൻ്റെ കർത്താവ് എന്നെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറിച്ചു. കാരണം ആ ജംഗ്ഷൻ മൊത്തം അന്ന് ആളുണ്ട്. എന്നെ ഇദ്ദേഹം ചീത്ത വിളിച്ച് അവരെല്ലാവരും കേൾക്കും. എനിക്കത് ഭയങ്കര നാണക്കേടാവും. പക്ഷെ ഞാൻ ബസ്സിലോട്ട് കയറി ആ സ്റ്റെപ്പയിലോട്ട് കയറുകയും ഇദ്ദേഹം പറയാം, നീ ആയിരുന്നോ എന്ന് ചോദിക്കുകയും വണ്ടി വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ കർത്താവ് എന്നെ ആ ദേശത്ത് സംരക്ഷിച്ച് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ 9 വരം കൊണ്ട് നിറയ്ക്കാൻ പോവാന്ന്. എനിക്ക് ആക്ച്വലി വരം എന്നാന്നോ ഇതൊന്നും എനിക്ക് അങ്ങനെ ബൈബിളുമായിട്ട് വലിയ ബന്ധമൊന്നും ആയിട്ടില്ല, എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഇടയന്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ഞാനത് പൊട്ടിയെപ്പോലെ ഏറ്റെടുക്കും. ഞാൻ എടുത്തു ചാടും ആ വിഷയത്തിലോട്ട്. പിന്നെ ഞാൻ അവരോടും ഇവരോടും ഒന്നും പോയി ചോദിക്കാൻ പോകത്തില്ല. കാരണം പൗലോസിന് തനിക്ക് വിളി ഉണ്ടായപ്പോൾ താൻ അപ്പസ്തോലന്മാരുടെ അടുത്തോട്ട് പോവുകയല്ല ചെയ്ത്, താൻ അറബിയയിലേക്ക് പോവുകയും അവിടെ ആയിരിക്കുകയും ചെയ്തെന്ന് വചനം പറയുന്നത് പോലെ ഞാൻ ആരോടും ചോദിക്കത്തില്ല ഇത് ശരിയാണോന്ന്. അപ്പൊ അങ്ങനെ സ്വരം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ 1 മാസത്തേക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് ഞാൻ എൻ്റെ വീട്ടിനകത്തോട്ട് കയറി ഇരുന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ മോള് പനിയായിട്ട് ഇങ്ങനെ പായ കിടക്കുമ്പോ ഞാൻ ആ പായുടെ അറ്റത്തിരുന്ന്, എനിക്ക് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ബെർക്കുമാൻ സച്ചിന്റെ പാട്ട് പാടി 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 ഞാൻ ഇരിക്കുമ്പോൾ ആരാധിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പാടി പാടി ഹല്ലേലൂയായും പറഞ്ഞിരിക്കുമ്പം പെട്ടെന്ന് അഭിഷേകം എൻ്റെ മേൽ വരിക. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഒത്തിരി ഭാഷ ഇപ്പൊ പറഞ്ഞു കേട്ടോ, എന്തോ ഒക്കെ പറയുന്നത് കേട്ടോ അമ്മ, ചൈന ഭാഷ പോലൊക്കെ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മേൽ അഭിഷേകം വരികയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വീട്ടിലിരുന്ന് അഭിഷേകം പ്രാപിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ വീട്ടിലിരുന്ന് അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ 3 പേരും ഞങ്ങൾ ഭവനത്തിലിരുന്ന് അഭിഷേകം പ്രാപിക്കാനും അത് അന്യഭാഷയാന്ന് പോലും അറിയാൻ മേലാത്ത കാലഘട്ടത്തില് എൻ്റെ കർത്താവ് ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറച്ചു. എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജംഗ്ഷനിൽ ആളെ കൂട്ടി. അത് അദ്ദേഹത്തോട് ഞങ്ങളുടെ ഒരു ഓട്ടോ ഓടിക്കുന്ന മോൻ ചെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒന്നും ചെയ്യണ്ട, അദ്ദേഹം കർണാടകത്തിൽ നിന്ന് വന്ന സഭയൊക്കെ ആരംഭിച്ചതേ ഉള്ളൂ, അദ്ദേഹത്തിന് അവിടെ വലിയ പരിചയമൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ വിഷമിക്കണ്ട, പാസ്റ്റർ അല്ല ഞങ്ങളെ വിളിച്ചിറക്കിയത്, കർത്താവ് ഞങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ അവനൊരു വഴി എനിക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഞങ്ങൾ എന്നാണേലും തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും, പാസ്റ്റർ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ആ വീടായിരുന്നു എനിക്കൊരു ആശ്രയം. കാരണം ഞാൻ വളരെയധികം ആൾക്കാരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തൊക്കെ ജീവിക്കുന്ന ആളാ. എൻ്റെ അപ്പന്റെ ചേട്ടന്റെ വീട്, അനിയന്റെ വീട്, 4 വീടിന്റെ കുടുംബത്തിന്റെ നടുക്കുന്ന എൻ്റെ ദൈവം എന്നെ വിളിച്ച് വെളിയിൽ ഇറക്കുന്നത്. അപ്പൊ അത്രയും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിരുന്നപ്പം എൻ്റെ കുടുംബം പെട്ടെന്ന് ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ ഉപേക്ഷിച്ചു. അപ്പൊ ഈ കുടുംബമായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലോട്ട് പോകുന്ന പോലെ
ഈ പാസ്റ്റർ കുടുംബത്തോട് ഞങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തെരുവിലായ പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. എങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് ധൈര്യമുണ്ട്, എന്റെ കർത്താവ് എന്നെ നടത്തും. അതുമല്ല, ആ ദൈവസ്വരം കേട്ടത് എന്റെ അകത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എന്റെ മക്കളും വീട്ടിലിരുന്ന് അഭിഷേകം പ്രാപിക്കുകയും, പക്ഷേ ആ ഒരു ഇരിപ്പ് 2 വർഷക്കാലം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ശരിക്കും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവജനത്തെ നടത്തിയ ദൈവത്തിന്റെ നടത്തിപ്പ് ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ആക്ച്വലി അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നടത്താൻ തുടങ്ങി. ഒരു വചനം കേൾക്കാൻ ഞങ്ങൾക്ക് ചാൻസ് ഇല്ല, അതുപോലെ ആലയത്തിൽ പോകാൻ പറ്റുന്നില്ല. എവിടോട്ട് തിരിഞ്ഞാലും കുടുംബക്കാര് ഞങ്ങളെ വാച്ച് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വീട്ടിനകത്തിരുന്ന് ഞങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വീടിന്റെ പുറകിൽ ഒരു ആറ് ഒഴുകുന്നുണ്ട്. അവിടെ സന്ധ്യ സമയമായപ്പോ മീൻ പിടിക്കാൻ ഒരു മനുഷ്യൻ വന്നു. 2 പെൺകുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലോട്ടൊന്ന് കയറ്റി വിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ട്, ഇരുട്ടാറായല്ലോ ആൻറ്റി, ഞാൻ മീൻ പിടിക്കട്ടെ പുറകിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നാ. ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നിരുന്നപ്പം എൻ്റെ മോക്ക് അതിലൊരു കുഞ്ഞിനെ അറിയാനെന്ന് വെച്ചാൽ അവളുടെ സ്കൂളിൽ ആ കുഞ്ഞ് പഠിക്കുന്നത്. അപ്പം ഇവര് തമ്മിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അടുക്കള ഞാൻ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ചായ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പം ദൈവം എന്നോട് പറഞ്ഞു, നീ പോയി ആ മോളുടെ കാലിലോട്ട് നോക്കാൻ. ഞാൻ നോക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ കാലിന്റെ പത്തിയെല്ലാം കരപ്പം വന്ന് പഴുത്തിരിക്കുക. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ലല്ലോ പ്രാർത്ഥിക്കാനൊന്നും, ഞാൻ അങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഞാൻ ആ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചിട്ട് ഹാലേലുയ ഹാലേലുയ എന്ന് പറഞ്ഞു വിട്ടു. അപ്പം പിറ്റേ ദിവസം എൻ്റെ മോള് സ്കൂളിൽ ചെന്നപ്പം ആ കുട്ടി പറഞ്ഞു, ആ മൂത്ത കുട്ടി പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ കാല് നീ നോക്കിക്കേന്ന്. ആ കാലിട്ട് അവള് ചെന്ന് നോക്കിയപ്പം കാലെല്ലാം തൊക്കും തൊലിയും വന്ന് ആ പഴുത്തിരുന്ന കാല് സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. അന്ന് എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ദൈവശക്തി കൊണ്ട് നിറച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ദേശത്ത് വീണ്ടും ഒത്തിരി പേര് അറിയുകയും അതൊരു വിഷയമൊക്കെ ആയി മാറി. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഈ 2 വർഷക്കാലം അകത്തിരുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ വീട് പണി നടക്കുന്നു. ഞാൻ കർത്താവിനോട് വീട് പണി തീർക്കാമോ എന്നൊന്നും ചോദിച്ചില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിച്ചു, കർത്താവേ 2 വർഷമായി ഞാനും എൻ്റെ മക്കളും അടുക്കളയ്ക്കകത്തും റൂമിനകത്തും ഇരുന്ന് ആരാധിക്കുന്നു. എനിക്ക് ഞങ്ങൾക്ക് ഒരു ആലയം കാണിച്ചതാപ്പാ, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകണ്ടേ, അതുകൊണ്ട് ആലയം കാണിച്ചതാ കർത്താവേ എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്ലേറ്റ് കഴുകുമ്പം ആ പ്ലേറ്റിനകത്ത് ഒരു മുഖം എന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവേ ഇദ്ദേഹം ആരാ? അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് 4 മണിക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞു. അന്ന് 4 മണിക്ക് എൻ്റെ കൂടെ ഞാൻ പഠിച്ചിരുന്ന പാലമ്പ്ര എന്ന് പറയുന്ന ഒരു സ്കൂളിൽ അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കാണുക. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നൊക്കെ കേട്ടു, ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ആ മോടെ കാല് സുഖമായ ഏരിയയിലാണ് ഈ പുള്ളിക്കാരി താമസിക്കുന്നത്. അങ്ങനെയാ അറിഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, ആലയത്തിൽ എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിടത്തും ഇപ്പൊ പോകുന്നില്ല, എന്നു വെച്ചാൽ എനിക്ക് വലിയ പ്രതികൂലമാ. അപ്പൊ എന്നോട് ചോദിച്ചു, ഒരാലയത്തിൽ എൻ്റെ കൂടെ വരാമോ? ഞാൻ പറഞ്ഞു, അത് എവിടാ? കാഞ്ഞിരപ്പള്ളിയിൽ. എന്നാ ഒരു കാര്യം ശരി, അവിടെ പോകണ്ട, അവിടെ നിന്നെ എല്ലാവർക്കും അറിയാവല്ലോ, മുണ്ടക്കയത്ത് നമുക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആലയത്തിൽ ചെല്ലുമ്പം അദ്ദേഹം, ഞാൻ കണ്ട ആ പ്ലേറ്റിൽ കണ്ട അദ്ദേഹം ദുബൈയിൽ നിന്ന് അന്ന് ഗസ്റ്റ് പ്രീച്ചറായിട്ട് വന്നതാ. ആ ആലയം നടത്തുന്ന ദേവദാസന്റെ അളിയനാ അദ്ദേഹം. അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുകയും എനിക്കൊരു ഉറപ്പായി അവിടെ ദൈവം എന്നെ കൊണ്ടുപോയതാണ്. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ആലയത്തിലേക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പോകാൻ തുടങ്ങി. ഏത് ദേശത്ത് എന്നെ പകച്ചോ, എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റാതായോ, ആ ദേശത്ത് ഒരു 3-4 വർഷക്കാലം കർത്താവിനെ ആ പട്ടണത്തിൽ ഇരുന്ന് ആരാധിക്കാൻ എൻ്റെ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഞാൻ ഈ പറയുന്ന സാക്ഷ്യമെല്ലാം എൻ്റെ ഒരു പുകഴ്ചയ്ക്കായിട്ടല്ല, എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ആ ക്രൂശിൽ മാത്രമാണ് ഹല്ലേലൂയ ഒരു പൊട്ടക്കണത്തിൽ തീരേണ്ടതായിരുന്ന ജീവിതത്തെ ഇത്രത്തോളം എൻ്റെ കർത്താവ് മാനിച്ചു, അനുഗ്രഹിച്ചു. ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമാക്കി എൻ്റെ കർത്താവ് എന്നെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സകല മാനവും മഹത്വം എൻ്റെ അപ്പന് മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കഴിവുമല്ല, മിടുക്കുമല്ല, അതിനുള്ള പ്രാഗൽഭ്യവും ഇല്ല പറയാനായിട്ട്. സ്തോത്രം. അന്നത്തെ കാലത്ത്
ആരോടും പറയാനില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിന്റെ നാട്ടിൽ വെച്ച് ഒരു വ്യക്തികളോടും പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ കുറ്റം അവിടെ ഇറങ്ങി പറയാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ഭിത്തിയോടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഇത്രത്തോളം എന്റെ ദൈവം, ഭിത്തി മാത്രമേ ഉള്ളായിരുന്നു. ഓരോ ദിവസവും ഓരോ ഭിത്തിയോടും പറയും, നിങ്ങൾ കേക്ക്, ഇതാ എന്റെ അവസ്ഥയെന്ന്. മനുഷ്യരോട് പോലും പറഞ്ഞ് കരയാനില്ലാത്ത എന്നെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നെത്തിച്ചു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പം ആ ആലയത്തിൽ ഞങ്ങളുടെ ദേശത്ത് തന്നെ പോകാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിനോട് ചേരണമെങ്കിൽ സ്നാനം ഏൽക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല. പക്ഷെ ഞാൻ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം പാസ്റ്റർ എന്ന്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ സ്നാനപ്പെടുത്തിയ വലിയ വിവാദമാകും സിസ്റ്റർ, നിങ്ങളെ അറിയുന്നവരല്ലേ ഈ ദേശത്ത്, അതുകൊണ്ട് കോട്ടയത്ത് നിങ്ങൾ പോയി അവിടുത്തെ മെയിൻ സഭയിൽ പോയി സ്ഥാനപ്പെട്ടാ പറ്റി എന്ന് പറഞ്ഞു. ഞാനിപ്പം ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം 3-4 ദിവസം കഴിയുമ്പോൾ നബിദിനം വരുവാന്ന് ഞാൻ കേട്ടു. അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം നബിദിനത്തിന്റെ പുറകെ പൊക്കോളും. അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഞാൻ സ്നാനപ്പെടാൻ പോകുന്നത് ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ ആ നബിദിനം ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ കോട്ടയത്ത് പോയി സ്നാനപ്പെടാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പം നബി ജനിച്ച ദിവസം ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എന്റെ മോൻ എന്നോട് നിർബന്ധിക്കാൻ തുടങ്ങി. മമ്മി എനിക്ക് സ്നാനപ്പെടണം, അമ്മ സ്നാനപ്പെട്ടത് കൊണ്ട് മകൻ സ്വർഗത്തിൽ പോത്തില്ല, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, പപ്പ ഭയങ്കര വിഷയം ഉണ്ടാക്കും. ഞാൻ സ്നാനപ്പെട്ടതോ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെ മക്കളല്ലേ, മക്കളെ സ്നാനപ്പെടുത്തുന്ന ഭയങ്കര വിഷയമാകും. അതുകൊണ്ട് വേണ്ട, ഇപ്പൊ സ്നാനപ്പെടണ്ട. പപ്പ വന്നിട്ട് അനുവാദം ചോദിച്ചിട്ട്. അങ്ങനല്ല, അമ്മ സ്വർഗത്തിൽ പോകും, ഇപ്പൊ മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയും. ഇവൻ അങ്ങ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു അവനെ മണിമലയിൽ ആറ്റിൽ സ്നാനപ്പെടുത്തുവാനിടയായി. അത് കഴിഞ്ഞപ്പോ മോള് പറഞ്ഞു, എന്റെ പപ്പയുടെ കൂടെ ഞാൻ സ്നാനപ്പെടുത്തുള്ളെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം ഇവളും പറയാൻ തുടങ്ങി, എനിക്ക് സ്നാനപ്പെടണം. അതിനകത്ത് ഒരു അത്ഭുതവും കൂടെ സംഭവിച്ചു. ഒരമ്മച്ചി ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരും. ആ കുടുംബത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാ. ഒരു പ്രായമായ അമ്മച്ചിയും ഒരപ്പച്ചനുമാ. അപ്പം അവരിങ്ങനെ അമ്മച്ചി എന്ത് ചെയ്താ സ്നാനപ്പെടത്തില്ല, അപ്പച്ചൻ സ്നാനപ്പെട്ടതാ. അമ്മച്ചി ഇങ്ങനെ വലിഞ്ഞു വർഷം ഞങ്ങളെ കഴിഞ്ഞ് മുമ്പ് അവരാണ് ആ ആരാധനാലയത്തിൽ പോകുന്നത്. അമ്മച്ചി വലിഞ്ഞു നിൽക്കുക. അപ്പം എന്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അമ്മച്ചി പറഞ്ഞു, അമ്മു സ്നാനപ്പെടുന്നെങ്കിൽ ഞാനും അങ്ങ് സ്നാനപ്പെട്ടോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ അമ്മച്ചിയും മോളും കൂടെ ഒരേ ദിവസം ഒരേ ആറ്റിൽ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കർത്താവിനോട് ചേർന്നു. ഈ വീട് വെച്ച് അധികം താമസിക്കുന്നതിന് മുമ്പ് ഈ സ്നാനം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഭിത്തിയിൽ ഇങ്ങനെ കർത്താവ് എഴുതി കാണിച്ചു, മന്ദമരുതിന്ന്. ഞാനപ്പം അതിനു മുമ്പ് എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ കൂടെ ഒരു കുടുംബം, ഞാൻ കോട്ടയത്തുള്ളിടത്ത് ഞാൻ ബൈബിൾ ക്ലാസ്സിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി എന്നോട് ആ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, സിസ്റ്റർ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു, ഞാൻ എങ്ങനെയാ അതിന്റെ അറേഞ്ച്മെന്റ്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തല്ല താമസിക്കുന്നത്, ഞാൻ കാഞ്ഞിരപ്പള്ളിയില്ല. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു, ഞങ്ങൾ വന്നിട്ട് സിസ്റ്ററുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുവരെ ആ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് ആ സഹോദരിയോട് മാത്രം ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ അതിന്റെ അറേഞ്ച്മെന്റ് ചെയ്തു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു വീട് 2ാം നില വാടകയ്ക്ക് എടുത്തു. ഇവരെന്റെ കൂടെ എന്നിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും. കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ബാക്കി സമയം ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് ആ ചർച്ചിൽ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ എൻ്റെ കയ്യിൽ തരും. അവിടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുന്ന ആ പേപ്പറുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മലകൾ തോറും കയറി ഇറങ്ങി നടന്ന് സുവിശേഷം പറയാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു ദിവസം ഇതുപോലെ ആ സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ മോൾക്ക് പഠിക്കാനായിട്ട് UK-ല് ഇനി സ്കോളർഷിപ്പ് ഇല്ല, അതുകൊണ്ട് പറ്റത്തില്ല സിസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന്. ദൈവം എന്നെ 1 കോടി എഴുതി കാണിച്ചു ഭിത്തിയെ. 1 കോടി എന്നൊക്കെ പ്രവചിക്കാൻ ധൈര്യമില്ല അന്ന്, ആദ്യമായിട്ടുള്ള അനുഭവമല്ലേ. ഞാൻ പിന്നെയും മിണ്ടാതിരുന്നു. ഇപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രവചിക്കുന്ന. ഞാൻ മടിച്ചു പറഞ്ഞു, സിസ്റ്ററെ 1 കോടി എന്ന് കർത്താവ് പറയുന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അവിടെ അതൊരു വലിയ തുകയല്ല സിസ്റ്ററെ, അതുകൊണ്ട് അത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് 1 കോടി രൂപ സ്കോളർഷിപ്പ് കിട്ടി ആ മോൾക്ക്. അതുകൊണ്ട് ഈ ഭിത്തിയിൽ എഴുതി കാണിച്ചപ്പോ എനിക്ക് ധൈര്യമുണ്ട് ഇത് ദൈവം പറയുന്നതാണ്. ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി മന്ദമരുതി എവിടാന്ന്. അത് റാന്നിയിലാന്ന് അറിഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരി വഴിയായിട്ട് ഒരു പാസ്റ്ററുടെ നമ്പർ കിട്ടി. അപ്പം അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഓർത്ത് തുടർന്ന് അവിടെ അങ്ങ് പഠിക്കുകയും ചെയ്യാം ബൈബിള്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു, ബൈബിൾ ക്ലാസ്സിൽ ചേർന്നു. പക്ഷെ ആ സമയത്താണ്, അപ്പം എല്ലാവരും എൻ്റെ ദേശക്കാർ വരെ എന്നോട് ചോദിച്ചു, സോഫിക്ക് ഭ്രാന്താണോ, ഇങ്ങനെ ഒരു വീട് പണിത് അധികം പോലും ആയില്ല, അതിനിപ്പുറം ദൈവം പൊക്കോളാൻ പറയോ, ഇത് ഭ്രാന്താന്നാ തോന്നുന്നത്, ഇതൊന്നും ദൈവസ്വരം അല്ലെന്ന്. ഞാനപ്പം ചോദിച്ചു, അബ്രഹാമിനോട് പറഞ്ഞു ഊര് വിട്ടിറങ്ങിക്കോളാനായിട്ട്. അപ്പം അബ്രഹാം എന്തോ ചെയ്തത്? ആരോടും ചോദിച്ചില്ല, അദ്ദേഹം ഊര് വിട്ടിറങ്ങി എന്ന് പറഞ്ഞതുപോലെ ഇതും ദൈവസ്വരമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് വട്ടാ, വീട് പണിത് താമസിക്കാനില്ലാതെ എന്തിനാ ഈ ഓടി നടക്കുന്നേ,
എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളമായി. ഞാനിപ്പം പറഞ്ഞല്ലോ, എന്ത് സ്വരം കേട്ടാലും ഞാൻ എടുത്തു ചാടും. ഞാൻ 3 ദിവസത്തേക്ക് ഉപവസിച്ച് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ ഒരു അനുവാദം കിട്ടാനായിട്ട്. എന്റെ മോള് ചോദിച്ചപ്പോ മോളോട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് വട്ടാ, വേറെ ജോലിയൊന്നുമില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കാൻ പറ. അവിടെ കിടക്കുമ്പോൾ ഒരു സ്വരം കേൾക്കും, അപ്പൊ അടുത്ത ട്രെയിനിൽ കയറാം. എന്നിട്ട് അടുത്ത ട്രെയിൻ ചെന്ന് ഇറങ്ങുമ്പോൾ അടുത്ത സ്വരം കേൾക്കും, അന്നേരം അടുത്ത ട്രെയിനിൽ കയറാം. അതാ നിനക്ക് നല്ലത്. അല്ലാതെ നിന്റെ അമ്മയ്ക്ക് വീടും താമസവും ഒന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറയാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാനപ്പോ ഈ 3 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മോൾ ഒരു ദർശനം കണ്ടു. ഞങ്ങളുടെ ഹോള് 2ആയിട്ട് പിരിയുന്നു. അതിനകത്തുനിന്ന് പച്ചയായിട്ട് ഒരു വയൽ പൊങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ഗോൾഡ് കോയിൻ വന്ന് ഇങ്ങനെ ചുറ്റി ആ വയലിന്റെ മേളിൽ നിൽക്കുന്നു. അപ്പൊ ഇവൾ എന്നോട് ചോദിച്ചു, മമ്മി ഇതിന്റെ അർത്ഥം എന്താന്ന്? അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് സ്വപ്നം കിട്ടാനും സ്വപ്നം വ്യാഖ്യാനിക്കാനും ദൈവം വരം തന്നു. അപ്പം എന്റെ മോൻ അന്നേരം പറഞ്ഞു, ഇത് എന്തോ അനുഗ്രഹമാണല്ലോ ഇത്, സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഗോൾഡ് കോയിൻ അത് മേളിൽ ചുറ്റുന്നതേ ഉള്ളൂ, ഈ വയലിൽ വീണില്ല, അതിന്റെ അർത്ഥം എന്നാ? ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ ഹോള് 2ആയിട്ട് പിരിയുന്ന നിങ്ങൾ വീട് വിട്ട് പിരിഞ്ഞു പോവാ, വയല് സുവിശേഷ വയലാ, നീ ഇപ്പോൾ അനുവദിക്കുന്നെങ്കിൽ ഈ ഗോൾഡ് കോയിൻ അനുഗ്രഹം അത് അതിനകത്തോട്ട് വീഴുമെന്ന് പറഞ്ഞു കർത്താവ്. ഞാനപ്പം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് സാഹചര്യം ഒരുക്കുന്നെങ്കിൽ ഞാൻ പോകുമെന്ന്. ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മോള് എന്നോട് പറഞ്ഞു, ഞാൻ പപ്പയോട് ചോദിക്കാം മമ്മി എന്ന് പറഞ്ഞു. ഈ 3 ദിവസം ഉപവാസം കഴിഞ്ഞ് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അത്രയും കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ആ റാന്നിക്ക് പോവുകയും അവിടെ വെച്ച ഒരു കാര്യം ഉണ്ടായി പാസ്റ്ററെ, ഇതുവരെ ഇല്ലാത്തതുപോലെ കർത്താവ് എന്നെ സ്റ്റേജുകളിലേക്ക് ഉപയോഗിക്കും. അന്ന് തൊട്ട സ്റ്റേജുകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലും കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അതാ, നമുക്കെല്ലാം വേണം, പക്ഷെ കർത്താവിന്റെ വാക്കനുസരിച്ച് ആരും ജീവിക്കാൻ തയ്യാറാകുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ തയ്യാറാകുന്നില്ല. എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രഷ്യസ് എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയ വീട് അധികം താമസിയാതെ കണ്ട് ഞാൻ ആ വീട് വിട്ടിറങ്ങുകയും 1700 രൂപ വാടകയ്ക്ക് കൊടുത്താ ഞാൻ ആ റാന്നി പോയി താമസിച്ചിട്ടുണ്ട്. എന്റെ കർത്താവിന് വേണ്ടി ആ വാക്കിന് ഞാൻ കീഴ്പ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വാടകയും കൊടുത്ത് ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ പോകാന്ന്. അപ്പം ഞങ്ങള് വീട്ടിലോട്ട് പോയി താമസിക്കാനായിട്ട് തീരുമാനിച്ചു. ആ കോമ്പൗണ്ട് അന്ന് കെട്ടാൻ പറ്റിയിട്ടില്ല, തുറന്നു കിടക്കുക, ഗേറ്റ് ഒന്നും വെച്ചില്ല. അപ്പം കിളി കുതിർക്കും കുട്ടും പോലെ നാളുകൾ എടുത്ത് കുറച്ച് സ്വർണ്ണം ഉള്ളത് പണയം വെക്കും, അകം തേക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ വീട് പണിതത്. പക്ഷെ ആ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളൊരു 11:30 ആയപ്പം ചെന്നു. ഉച്ചയോടടുത്ത സമയത്ത് ഒരു 2 മണിയായപ്പോ എന്റെ കാല് മൊത്തം കൊമളിച്ചപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തോ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചേ? അപ്പൊ എന്നോട് ദൈവം പറഞ്ഞു, അതിനകത്ത് കൂടോത്രം വെച്ചിട്ടുണ്ട്, ആഭിചാരം വെച്ചിട്ടുണ്ട്, അതഴിക്കാൻ നീ ഇരിക്കാൻ പറഞ്ഞു. ആക്ച്വലി അതഴിക്കാനാണ് ഞാൻ ഇരുന്നത്. അതഴിക്കാൻ ഇരുന്നതിന്റെ 2ാമത്തെ ദിവസം, 3 ദിവസം ഞാൻ ഉപവസിച്ചിരിക്കുക അതിന് വേണ്ടിയിട്ട്. 2ാമത്തെ ദിവസം വീണ്ടും ഭിത്തിയിൽ എഴുതി കാണിക്കുക വടവാതൂരെന്ന്. എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് പറയാൻ പേടി, എന്നു വെച്ചാൽ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ് വന്ന് കയറിയതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ ഞാന് എവിടെ വേണേലും പോകും എന്റെ കർത്താവിന് വേണ്ടിയിട്ട്, നീ പറഞ്ഞാല് നോർത്ത് ഇന്ത്യക്ക് ഇപ്പൊ പോണോ, ഞാൻ പോകാൻ റെഡിയാ. പക്ഷെ എനിക്ക് എല്ലാ ദേശവും ഒരുപോലെ ഉള്ളൂ, എന്റെ വേല നടക്കണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ വേല എനിക്ക് മെയിനാ, അതുകൊണ്ട് എവിടെ വേണേലും ഞാൻ പോകും. പക്ഷെ അദ്ദേഹത്തോട് നീ സംസാരിക്കണം, എനിക്കിത് പറയാനുള്ള ധൈര്യം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബ്രദർ ഓടി വന്നു. എനിക്കറിയാം എനിക്കുള്ള ദൂതുമായിട്ട് അദ്ദേഹം വരുന്നെന്ന്. അദ്ദേഹം ഓടി വന്ന് ചോദിച്ചു, ദേവദാസിയോട് വടവാതൂർ ദേശത്തേക്ക് പോകാനായിട്ട് ദൈവം പറഞ്ഞിട്ട് എന്നെ അനങ്ങാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് ഇദ്ദേഹത്തോട് പറയാൻ പേടിയാ. അദ്ദേഹം പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇനി വീട് വീട് ഇപ്പം വാടക വീടും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നുള്ളൂ, ഇനി അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ചൂടായി. ഞാനപ്പം അന്നെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം കർത്താവ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കൊണ്ടുവന്നു. എന്റെ മോന് ബികോമിന് ഞങ്ങൾ താമസിച്ച ദേശത്ത് അഡ്മിഷൻ കിട്ടിയില്ല, കോട്ടയത്താണ് വടവാതൂരെന്ന് എനിക്ക് ആ ബ്രദർ പറഞ്ഞു മനസ്സിലായി. അപ്പൊ കോട്ടയത്ത് അവനൊരു പെയിങ് ഗസ്റ്റ് ആയിട്ടൊരു ഹിന്ദു അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുക. ഇത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ പോയി വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ്, മോനും നമ്മുടെ കൂടെ താമസിക്കാം, ആ വീട്ടിൽ വെച്ച് അവൻ എപ്പോഴും ഭയം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് നേരം മോൻ അത് അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ശരി എന്നാ പിന്നെ കോട്ടയത്തേക്ക് പോകാന്ന് പറഞ്ഞ് വടവാതൂർ ദേശം ഏതാന്ന് പോലും അറിയാതെ കണ്ട് ഞാൻ ഇരിക്കുമ്പോ ഞാനൊരു നമ്പറിൽ വിളിച്ചപ്പോ ആ സഹോദരങ്ങൾ പറഞ്ഞു, ക്യാമ്പസ് ക്രൂസൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരങ്ങളാ, അവര് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സ്റ്റാഫ് താമസിച്ച വീടുണ്ടാൻറ്റി, നാളെ പോരാ വീട് കാണിക്കാമെന്ന്. അങ്ങനെ വടവാതൂര് വന്ന് മിൽമയുടെ അവിടെ എത്തിയപ്പം ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനോട്, പെട്ടെന്ന് വണ്ടി നിർത്ത്, നമുക്ക് അവരെ ഒന്ന് വിളിച്ചിട്ട് ഇനി മുമ്പോട്ട് യാത്ര ചെയ്യാം. അപ്പം അവരെ വിളിച്ചു പറഞ്ഞു, അവിടെ തന്നെ ആന്റി, അവിടെ അങ്ങ് നിന്നോളാൻ പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ഒരു റോഡിനകത്താണ് ഞങ്ങൾക്ക് വീട് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ വരികയും താമസിക്കാനും ഒക്കെ തുടങ്ങി.
എന്റെ ഹസ്ബൻഡ് അതിനൊക്കെ ഭയങ്കരമായിട്ട് എഗനിസ്റ്റ് ആണ് ആ സമയത്തും. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പം കർത്താവിന്റെ കൃപയാൽ അങ്ങ് നിന്ന് തരുന്നെന്നല്ലാതെ കണ്ട് എപ്പോഴും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ വെച്ച് വീട്ടിൽ താമസിക്കത്തില്ല, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഞാൻ അപ്പനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം പോകുമ്പം ആ പ്രാവശ്യം ആ വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചിട്ട് ആ പ്രാവശ്യം മിണ്ടാതെ പോലും അദ്ദേഹം പോയി വീട്ടിൽ നിന്ന്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഞങ്ങൾ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങളോടൊരു ബൈ പോലും പറയാതെ കണ്ട് പോയി. ഇതിന്റെയൊക്കെ ഇറിറ്റേഷൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം എന്നോട് ദൈവം പറഞ്ഞു ചൊവ്വാഴ്ച പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എന്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച 1-2 സഹോദരിമാരെയൊക്കെ, കോട്ടയത്തായിരുന്ന സമയത്തുള്ള സഹോദരിമാരെയൊക്കെ വിളിച്ച് ഞാൻ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. പ്രെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആയപ്പോ അവരൊക്കെ പറയാൻ തുടങ്ങി, ഇത് ഒത്തിരി ഉള്ളിലോട്ടാ വീട്, അതുകൊണ്ട് ആന്റി ഇപ്പൊ ഇങ്ങനെ വരാൻ പറ്റത്തില്ലെന്ന. ഞാനപ്പോ കർത്താവിനോട് ഇച്ചിരി റോഡ് സൈഡിലോട്ട് ഒരു വീട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ജോമോൻ കുടുംബം എന്നോട് പറഞ്ഞു, ആന്റി ഞങ്ങൾക്ക് ഒരു വീട് നോക്കണം, ഞങ്ങൾ കോട്ടയത്തോട്ട് വരുവാ മോനെ പഠിപ്പിക്കാൻ അങ്ങോട്ട്. ഞാൻ അത് ചോദിക്കാനായിട്ട് പോയപ്പോ ഞങ്ങളുടെ ആ വടവാതൂർ ജംഗ്ഷനിൽ ചെന്ന് ഞാൻ വീട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഈ ജംഗ്ഷന്റെ ഇരിക്കുന്ന ബേക്കറിയുടെ പുറകിൽ ഒരു വീടുണ്ട്, സിസ്റ്റർ നിങ്ങളൊന്ന് ചെന്ന് ചോദിച്ചു നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ബെന്റക്കോസ്റ്റ് അമ്മച്ചിയാണ് ആ വീടിന്റെ ഉടമസ്ഥ. എന്നോട് പറഞ്ഞു, ആരാ മോളെ താമസിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞു, കാത്തലിക്സ് അവര്, എന്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അവർക്ക് കൊടുക്കത്തില്ല, മോൾക്കാണ് ആ വീട് തരാം. ഞാൻ പറഞ്ഞു, അമ്മച്ചി എത്ര വാടക ചോദിക്കുന്നത്? എന്നോട് പറഞ്ഞു 7,500. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇപ്പൊ ഞാൻ 6,000-ന് താമസിക്കും, എനിക്ക് അത്രയും കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ശരി എന്നാ എനിക്ക് വേണ്ട, നഷ്ടം ഞാൻ സഹിച്ചോളാം, മോള് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു. ആ വീട് എനിക്ക് കിട്ടുകയും ഞാൻ പ്രെയർ അവിടെ ചൊവ്വാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര വിടുതൽ ശുശ്രൂഷകളിലേക്ക് ദൈവാത്മാവ് എന്നെ കയറ്റി. അങ്ങനെ ഇരിക്കുമ്പം ഒത്തിരി ഭൂതങ്ങൾ വിട്ടുപോകാനും ആഭിചാരം അഴിയാനും പല സഭയിൽപ്പെട്ട ആൾക്കാർ വരാനും ഒക്കെ തുടങ്ങി. ആ ഹോള് നിറയുമാറ് ദൈവം ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. ഭയങ്കര വിടുതൽ ശുശ്രൂഷയാണ് അത്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ശക്തമായിട്ട് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇരിക്കാൻ നേരമില്ലാത്തതുപോലെ ദൈവം ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് കോയമ്പത്തൂര്, അവള് +2 കഴിഞ്ഞു, എന്തോ ആണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അവളോട് ദൈവത്തിന്റെ ആത്മാവ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു. അവളും കുറച്ച് ദിവസം അതിനുവേണ്ടി ഉപവസിച്ചിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു വാക്ക് കിട്ടിയത്. ഫിസിയോതെറാപ്പി എന്താണെന്ന് അറിയത്തില്ല. മോളോട് കുഞ്ഞുനാൾ തൊട്ട് ഡോക്ടറേറ്റ് കിട്ടുമെന്ന് ദേവദാസന്മാര് പ്രവചിക്കും. നമ്മൾ അന്നേരം ഓർക്കും ഇവര് ചുമ്മാ പറയുന്നത്, ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറയുന്നതായിരിക്കും, എല്ലാവരെയും ഈ ഡോക്ടർമാരും ഒക്കെ നേഴ്സുമാരും ഒക്കെ ആണല്ലോ പറയുന്നതെന്നൊക്കെ ഓർക്കും. പക്ഷെ ഞാൻ ആ വാക്കുകളെ ഞാൻ അങ്ങ് വിശ്വസിച്ചു. എന്റെ മോള് അധികം പഠിക്കുന്ന ഒരു മോളെ അല്ല, ഒരു കഴിവില്ലാത്ത മോളാണ്, എങ്കിലും ഞാനത് വിശ്വസിച്ച ആ വാക്കുകളില്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും മോള് ഫിസിയോതെറാപ്പി എന്ന് കേട്ടു. ഫിസിയോതെറാപ്പി എന്താന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ ആ വീടിന്റെ ഉടമസ്ഥ അമ്മച്ചിയുടെ അനിയനും കുടുംബവും ആ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്നത്. അവിടുത്തെ മരുമോൻ എന്നോട് പറഞ്ഞു, ആന്റി ഞാൻ അഡ്മിഷൻ എടുത്തു തരാം എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ആ മോന്റെ കെയർ ഓഫില്, ആ മോൻ അവിടെ പഠിച്ചത്, ഒരു ഡോക്ടർ പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കൂടെ പറഞ്ഞ് 5 പൈസ ഡൊണേഷൻ ഇല്ലാതെ കൊണ്ട് അവളെ അവിടെ ഞങ്ങൾ ചേർത്തു. അങ്ങനെ അവൾ അവിടെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മോന് ഞങ്ങളുടെ ആ കാഞ്ഞിരപ്പള്ളിയിലെ വീട് വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ മോനോട് ദൈവം പറഞ്ഞു, മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോയി നീ പഠിക്കുമെന്ന്. അതുകൊണ്ട് മോൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ BCom കഴിഞ്ഞിട്ട് MBA എടുക്കണം എനിക്ക്, പക്ഷെ ഞാൻ ഇവിടെ അല്ല പഠിക്കുന്നത് മമ്മി, ഞാൻ വേറെ രാജ്യത്താണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് പൈസയൊന്നുമില്ല മോനെ, ലക്ഷങ്ങൾ വേണം അതിന്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, നമ്മുടെ വീടിന് എത്ര രൂപയാ വിൽക്കുന്നതിന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രോക്കർമാർ 35 ലക്ഷം രൂപയൊക്കെ പറയുന്നത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, 35 ലക്ഷത്തിൽ കൂടുതൽ കിട്ടിയെങ്കിൽ മമ്മി എനിക്ക് പഠിക്കാൻ തരുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 50 ലക്ഷം രൂപ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം 50 ലക്ഷം രൂപ ഇവൻ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ എഴുതി 50-ൽ കുറയോ കൂടുകയോ ചെയ്യരുതെന്ന് അവൻ എഴുതി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പം സൗദി അറേബ്യയിൽ നിന്ന് ഒരു കൂട്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എത്ര രൂപയ്ക്കാ ചേച്ചി വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, 50 ലക്ഷം രൂപ എന്നാ. അവര് കുറയ്ക്കാവോന്നും കൂട്ടാവോന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം 25 ലക്ഷം രൂപ അവരെ എനിക്ക് അഡ്വാൻസ് തന്നു. അങ്ങനെ 35 ലക്ഷം രൂപ പറഞ്ഞ വീടിന് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റത്. അങ്ങനെ ഇരിക്കുമ്പം മഞ്ഞ് പെയ്യുന്ന രാജ്യമെന്നേ കേട്ടുള്ളൂ, എവിടെയാണെന്ന് അറിയത്തില്ല ഇവന് പഠിക്കാൻ പോകേണ്ടത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മോളൊരു രാജ്ഞിയുടെ തലയുള്ള ഒരു നോട്ട് സ്വപ്നം കണ്ടു. ഇവള് പറഞ്ഞു, ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എനിക്ക് പോകാനുള്ള രാജ്യമാണ് അത്. അവര് നെറ്റിനകത്ത് ചെക്ക് ചെയ്തപ്പം UK എന്നറിഞ്ഞ് അങ്ങനെ അവൻ മാഞ്ചസ്റ്ററിലാണ് അവന്റെ MBA എടുക്കുന്നത്. അങ്ങനെ അവൻ പോകാൻ തുടങ്ങിയപ്പം
ഇവള് കോയമ്പത്തൂര് പഠിക്കുന്നു, ഹോസ്റ്റലിലെ ഫുഡ് അവൾക്ക് പറ്റുന്നില്ല. എങ്ങനെയായപ്പോ അവള് എന്നോട് പലപ്പോഴും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ കാല് ഇഞ്ചുറി ആകുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, മമ്മി ഇവിടെങ്ങാനും വന്നൊരു വീട് വാടകയ്ക്ക് എടുക്ക, അങ്ങനെയാണെങ്കിൽ എനിക്കും വരാമല്ലോ. ഞാൻ പറയും, ഇത്രയും വലിയ മീറ്റിംഗ് നടക്കുമ്പോ എന്ത് ജനമാ ഇവിടെ വരുന്നേ, ഇവരെ എല്ലാം വിട്ടിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? അപ്പൊ എന്റെ കൂടെ മിനിസ്ട്രിക്ക് സഹായിക്കുന്ന ഒരു ആന്റി പറഞ്ഞു, ഒരിക്കലും പോകല്ല ആന്റി, ഇത്രയും വലിയൊരു മീറ്റിംഗ് ഇട്ടിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചോണ്ട്, ദൈവമേ നിന്റെ ഹിതമാണ് അതെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞപ്പം അൻസൻ കാനഡ എന്ന് പറഞ്ഞ ദേവദാസൻ ശുശ്രൂഷിക്കാൻ വന്നവരടുത്ത് നിന്നോണ്ടൊരു ദൂത് പറയുകയാണ്. അപ്പസ്തോലന്മാര് അപ്പം യേശു വർദ്ധിപ്പിച്ചു കൊടുത്തു, 12 കൊട്ട നിറച്ചു. ഈ 12 കൊട്ടയും പിടിച്ച് അത്ഭുതമൊക്കെ കാണിച്ചേച്ച് ഇരിക്കാമെന്ന് ഓർക്കുമ്പം ഗദര ദേശത്തേക്ക് പോകാൻ കർത്താവ് പറയുന്നു. ഒരൊറ്റ ഭൂതഗ്രസ്തനെ വിടുവിക്കുന്ന ഒരു ശുശ്രൂഷയാ. അതുകൊണ്ട് അവർക്ക് ഈ കൊട്ടയൊക്കെ കിട്ടി അത്ഭുതമൊക്കെ കാണിച്ചിരിക്കാനായിരിക്കും അവരുടെ താല്പര്യം. പക്ഷെ ദൈവം വിളിച്ചത് ഗദര ദേശത്തേക്കായിരുന്നു എന്ന് പറയുന്ന ഒരു ദൂതനെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നിന്നോട് ദൈവാത്മാവ് സംസാരിക്കണേ. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഒരൊറ്റ ഭൂതഗ്രസ്തനെ വിടുവിക്കാനായിരിക്കും നിന്നെ വിടുന്നേ, പക്ഷെ നീ പുറപ്പെടുക എന്ന് കേട്ടു. അപ്പം അങ്ങനെ ഞാന് ദൈവസ്വരം കേട്ടു. ഞാൻ അങ്ങോട്ട് ഈ വീട് വിട്ടിട്ട് ഞാൻ വേറൊരിടത്ത് എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇട്ടിട്ട് ഞാൻ കോയമ്പത്തൂരിന് പോയി അവിടെ വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ നമുക്ക് അറിയത്തില്ല, അവിടെ മിനിസ്ട്രി തുടങ്ങണമെന്നും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിനോട് പറഞ്ഞു, വല വിരിച്ചിട്ടുണ്ടെന്ന് സമാധാനമായിട്ടിരിക്കാൻ. അപ്പൊ ഞാൻ ഇത്രയും വലിയ വിടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങ് അവിടെ ചെന്ന് ഒതുങ്ങിപ്പോയി. എനിക്ക് തന്നെ പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്നില്ല. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവെ നിന്റെ ഹിതമല്ലായിരുന്നു അപ്പ, എന്തുവാ കർത്താവെ? എന്നോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ദേശത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കോട്ടയത്ത് ഒരു പ്രാവശ്യം വരേണ്ടി വന്നു. ഞാൻ അവിടെ വന്നതും ഇവിടെ അടുത്തൊരു ചർച്ചിൽ പോയി, ഷാജൻ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ചർച്ചില്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആന്റി കോയമ്പത്തൂരല്ലേ താമസിക്കുന്നേ, ഞങ്ങളുടെ ഒരു പാസ്റ്ററും കുടുംബവും എവിടെ ശുശ്രൂഷയ്ക്ക് പോകണ്ടെന്ന് അറിഞ്ഞപ്പം അവര് ഗൾഫിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് ദൈവവേല ചെയ്യാൻ ദൈവത്തോട് പറഞ്ഞു. അവർക്ക് കോയമ്പത്തൂരിൽ പോകാൻ അവർ നിയോഗം കിട്ടിയത്. ആന്റിക്ക് അവരെ ഒന്ന് വിളിക്കുകയും അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം പാസ്റ്റർ. ഞാൻ അവിടെ കോയമ്പത്തൂരിൽ എന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് വന്നു. അവര് വന്ന് ആദ്യമായിട്ട് നമ്മുടെ വീട് അവർക്ക് ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ഇവരെല്ലാവരും കൂടെ, ആ ചർച്ചിൽപ്പെട്ടവരെല്ലാവരും കൂടെ ടൗണിൽ ഒരു മീറ്റിംഗ് വെച്ചു, കോയമ്പത്തൂർ ടൗണില്. അപ്പം അവിടെ വന്ന ഒരു സ്ത്രീയുടെ മേൽ ഭൂതം ഇളകി. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ പോയി തൊടാൻ പറഞ്ഞു. ഞാൻ പോയി തൊട്ടതും ഈ സ്ത്രീയുടെ ഭൂതം വിട്ടുമാറി ഇവര് മറിഞ്ഞു വീണു. അപ്പൊ എന്നോട് അവര് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ തമിഴിൽ എന്നോട് പറഞ്ഞു, അമ്മയെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു, അമ്മ വന്ന് എന്റെ ദേഹത്ത് തൊടുന്നതായിട്ട്. അങ്ങനെ ആ മിനിസ്ട്രി എന്നോട് പറഞ്ഞു, ഒരൊറ്റ ഭൂതഗ്രസ്തരെ വിടുവിക്കാനുള്ളതാ. അത് കഴിയുകയും ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ വീട്, അപ്പം ആ വീട് വിറ്റ സ്ഥലം കൊണ്ട് നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം ഇവിടെ കിട്ടി. ഈ വീട് പണി ആരംഭിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ വന്നുപോയി. എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായി. എന്നിട്ടും ഞാൻ വന്നുപോയി ഈ വീട് പണി നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ട്രെച്ചർ വാർത്ത് വെച്ചിരിക്കുമ്പോൾ മോൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി പണ്ട് ഞാനൊരു സ്വപ്നം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആകാശത്തൊരു കിളിക്കൂടിരിക്കുന്നു, അതിന്റെ അറ എണ്ണാൻ പറഞ്ഞപ്പോ അവൾ 5 അറ എണ്ണി. 5 അറയ്ക്കകത്ത് കൊച്ചറകൾ കണ്ടു. അപ്പം ആ വീട്ടിന് ആ കിളിക്കൂട് കണ്ടതിനകത്ത് ഇവൾ എന്നോട് പറഞ്ഞു, അതൊരു കിളിക്കൂടല്ല അമ്മ, അതൊരു വീടാ. ആ വീട്ടിനകത്തുനിന്ന് ഒത്തിരി ശോധനകളിലൂടെ അമ്മ കടന്നു പോകും. 4 ഭയങ്കര പരീക്ഷണം കടന്നു വരും അമ്മയ്ക്ക്. 4ാമത്തെ പരീക്ഷണത്തിനകത്ത് അമ്മ കൈയടിച്ച് മുന്നേറി ഓടുന്നതാ കാണുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഒത്തിരി രാജ്യക്കാരുടെ പെട്ടികൾ ആ കിളിക്കൂടിനകത്തൊന്ന് കെട്ടി ഇറങ്ങുന്നത് കാണുന്നുണ്ടെന്ന്. ഇവൾ ഈ സ്ട്രക്ചർ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ആ സ്വപ്നമായി വീട്. ഈ വീടിന് 5 ബെഡ്റൂം ഉണ്ട്, 5 ബെഡ്റൂമിന് 5 ബാത്റൂം ഉണ്ട്. ഇങ്ങനൊരു വീട് സ്വപ്നത്തിൽ പോലും വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ നിലയുള്ള വീട് വിട്ടിട്ട് എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാടക കൊടുത്ത് താമസിച്ചത്, എന്റെ കർത്താവ് അതിന് കണക്കിട്ടു. എന്റെ ദൈവം ഒറ്റ നിലയുള്ള വീട് വിട്ടിട്ട് ഓടിയപ്പം എനിക്ക് 2 നിലയുള്ള 5 ബെഡ്റൂം ഉള്ള ഒരു വീട് തന്ന് എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്റെ വീട്ടുകാരെ വിടുന്ന സമയത്ത് ഹല്ലേലൂയ, ഈ അന്നേരമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ഒരു വചനമുണ്ട്, എന്നെ പ്രതി അമ്മയപ്പന്മാരെയോ
വയലുകളെയോ വസ്തുവകളെയോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെ 100 ഇരട്ടിയാക്കി ഞാൻ മടക്കി തരാമെന്ന് പറഞ്ഞ വചനപ്രകാരം എനിക്ക് ഇന്ന് എന്റെ കുടുംബക്കാരെ നഷ്ടപ്പെട്ടു, ചാർച്ചക്കാരെ നഷ്ടപ്പെട്ടു. സ്വന്തം ദേശ പാട്ടുകാരൻ പാടിയതുപോലെ നാട് വിട്ടു വീട് വിട്ടു നാം അതേ കൂട്ടം വിട്ടു ഞാന്. ഹല്ലേലൂയ. എങ്കിലും എന്റെ കർത്താവ് ചെന്ന ദേശത്തല്ല എനിക്ക് അമ്മയപ്പന്മാരെ തന്നു, സഹോദരങ്ങളെ തന്നു, ഈ മനോഹരമായ ഒരു വീട് എന്റെ കർത്താവ് എനിക്ക് തന്നു. എന്റെ മോള് പറഞ്ഞതുപോലെ വളരെയധികം ശോധനയിലൂടെ പിന്നീട് കടന്നു പോകാൻ തുടങ്ങി. ഈ വീട് പണിതോടുകൂടി എന്റെ ഹസ്ബൻഡ്, എന്റെ പേരിലാണ് ഈ വീട് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ ലോണും കിട്ടത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ഓഹരി തന്നു, അതുമെല്ലാം ആ പഴയ സ്ഥലത്തിനകത്തൊക്കെ മുടക്കിയതാണ് ഞങ്ങള്. ഇതെല്ലാം കാരണം കൊണ്ട് ഈ വീട് കർത്താവ് എന്റെ പേരിൽ അത് എഴുതുവാൻ ഇടയായി തീർന്നു. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. ലോൺ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹവും സമ്മതിച്ചു. അങ്ങനെ ഞാൻ പറയാം, എനിക്ക് എന്റെ താഴത്തെ ഒരു നില മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മേളിലോട്ടും കൂടെ പണിതു പൂർത്തീകരിക്കുക, ഞാൻ ലോൺ എടുത്തോളാം, ഞാൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ അടച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പേരിലോട്ട് എഴുതി തരണമെന്നും പറഞ്ഞ് വിഷയമായി കഴിഞ്ഞപ്പം അദ്ദേഹം ലോൺ അടയ്ക്കാതെയായി. ഈ വീട് പല പ്രാവശ്യം ജപ്തി നോട്ടീസ് വന്നു. അങ്ങനെ ഇരിക്കുമ്പം പല പ്രാവശ്യം ഈ വീട് കൈവിടപ്പെട്ടു പോകേണ്ടതുപോലൊക്കെ വന്നു. അവിടെയൊക്കെ ദൈവം വളരെ അത്ഭുതമായിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ജപ്തി നോട്ടീസ് വന്നപ്പം കാനഡയിലുള്ള ഒരു മോൾ എനിക്ക് കടമായിട്ട് പൈസ തന്നിട്ട് പറഞ്ഞു, ആന്റി വീട് വിൽക്കുമ്പോ തന്നാ മതി എന്ന്. പക്ഷെ ആ സമയത്തെല്ലാം വീട് വിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ജപ്തി ഒഴിവായി കിട്ടി. മൂന്നാമത് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. ജപ്തി നോട്ടീസ് ഒട്ടിച്ചപ്പോ എന്നെ അറിയാവുന്ന ഒരു സാറാണ്, SBI മാനേജർ. ഞാൻ ഈ വാതിക്കെ നിന്നോണ്ട് ചിരിച്ചുകൊണ്ട് നിന്നപ്പോ എന്നോട് ചോദിച്ചു, ഇത് തമാശ ആയിട്ടാണോ തോന്നുന്നത്? ഞങ്ങൾ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ, ഇനി നിങ്ങൾക്കൊരു മുന്നറിയിപ്പില്ല, ഈ വീട് ജപ്തി ചെയ്ത് പോകത്തേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു സാറേ, അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് തമാശയാണ്, നിങ്ങൾ ചിരിച്ചോണ്ട് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ കരഞ്ഞു കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒട്ടിക്കാതിരിക്കത്തില്ലല്ലോ, അതുമല്ല എന്റെ കർത്താവ് എന്താണ് ചെയ്യട്ടെ, എന്റെ ഈ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞപ്പം കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഇത് ജപ്തി ചെയ്തിട്ട് പെരുവഴിയിൽ ഇറങ്ങി ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല. അങ്ങനെ പറയാൻ തുടങ്ങി ഞാന്. ആ സമയത്ത് അതിനു മുമ്പ് ഒരു കാര്യമുണ്ടായി. എന്റെ മോക്കും മോനും കല്യാണത്തിന്റെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ മോള് 10ാം ക്ലാസ്സിൽ വെച്ചൊരു ദർശനം കണ്ടു. അവള് പറഞ്ഞു, ഞാനൊരു ഫോറിനറെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്, ഞാൻ അങ്ങനെയാമേ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്നു, ആ കുഞ്ഞ് ഒരു സായിപ്പും കുഞ്ഞ് എന്റെ കയ്യിലിരിക്കുന്നത്, എന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനൊരു സായിപ്പാണ് എന്ന് പറഞ്ഞു അവള്. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോ ഓർത്ത് 10ാം ക്ലാസ്സിലല്ലേ, മച്യൂരിറ്റി ആകാത്ത സമയത്ത് കിട്ടിയൊരു ദർശനമായതുകൊണ്ട് വലുതായിട്ട് ഞാൻ അതിന് കാര്യം കൊടുത്തില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയപ്പം അവിടെ വെച്ചൊരു CSI പെട്ട ഡോക്ടറുടെ ആലോചന വന്നു. ആ ഡോക്ടർ അവളോട് ചോദിച്ചപ്പം അവൾ അന്ന് രാത്രിയിൽ വീണ്ടും അവളെ ഫോറിനറെ കല്യാണം കഴിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവൾക്ക് ഇന്ത്യക്കാരെ ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പം മോൻ UK വെച്ചുണ്ടായിരുന്ന ഒരു ഫാമിലി പറഞ്ഞിട്ട് ഒരു മാട്രിമോണിക്കകത്ത് ഇതുപോലെ എന്റെ മോളുടെ കല്യാണക്കാരി ഒരുങ്ങി വരികയും ആ കല്യാണം അന്ന് ആ പയ്യൻ ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങിയപ്പം അവിടെ എയർപോർട്ടിലൊക്കെ വെള്ളം കയറി, ഭയങ്കര ആ മഴയത്ത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അവന് വരാൻ പറ്റാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു വരത്തില്ലായിരിക്കും എന്ന്. അത് കഴിഞ്ഞപ്പോ അവൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയേച്ച് ആ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ മോന് തിരുവല്ലയിൽ നിന്ന് ഒരു കല്യാണം വന്നു. അതാണ് മോന്റെ പെണ്ണെന്ന് ഞാൻ ചോദിച്ചപ്പം കർത്താവ് അന്ന് എന്നെ ഒരു ദർശനത്തിൽ എന്റെ മരുമോളുടെ ഫോട്ടോ ഇങ്ങനെ ഒരു പേപ്പറിലോട്ട് ഒട്ടിക്കുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് മോനും മോന്റെ കല്യാണാലോചനയും വന്ന്, അന്ന് എനിക്ക് അവളൊരു യുക്രൈനാണെന്നോ അല്ലെങ്കിൽ ഒരു മദാമയാണെന്നോ എനിക്കറിയത്തില്ല. മോടെ കല്യാണം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മോനോട് പറയുമായിരുന്നു, നമുക്ക് ഇന്ത്യയിലുള്ള ഒരു പെണ്ണാകുമ്പോൾ നമുക്ക് കുറച്ച് ബന്ധുക്കളെയൊക്കെ കിട്ടും, ഒന്നാമത് നമുക്കോ ബന്ധുക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പം അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഞാനും ഒരു ഫോറിനറെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തുവാ മോനെ അങ്ങനെ പറയുന്നത്? വേണ്ട, നമുക്ക് ഫോറിനർ വേണ്ട. അതും എന്നെ കർത്താവ് ദർശനം കാണിച്ചു. ഞാൻ കാറെ പുറകിൽ ഇന്ന് യാത്ര ചെയ്യുക വിദേശത്ത്, അവളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ട് എന്റെ കൈയിൽ. ആ കൈ ഒരു മദാമയുടെ കൈ മമ്മീന്ന്. അങ്ങനെ എന്റെ മരുമോടെ കല്യാണാലോചന വരികയും ആ കല്യാണം ഞങ്ങൾ എൻഗേജ്മെന്റ് മോളുടെ കല്യാണ സ്റ്റേജിൽ വെച്ച് ആ എൻഗേജ്മെന്റ് നടത്തുകയും ആ മോന്റെ കല്യാണം യുക്രൈനിൽ വെച്ച് ഫിക്സ് ചെയ്യുകയും ആ കല്യാണത്തിന് പോകുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്റെ ആദ്യകാലത്ത് ഞാൻ 2 വർഷക്കാലം റൂമിൽ ഇരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നല്ലോ, എനിക്ക് ആരാധനയ്ക്ക് ഒരു ആലയം കാണിച്ചു തരാൻ. അന്നൊക്കെ ഞാൻ ദർശനം കാണുമായിരുന്നു. ഞാൻ വെളിരാജ്യത്ത് പോയി നിന്ന് കർത്താവിനെ ഉയർത്തുന്നതും തമിഴ്നാട്ടിലൊക്കെ പോയിരുന്ന് കർത്താവിനെ ഉയർത്തുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറയും, കർത്താവെ, മര്യാദയ്ക്ക് ഒരു ആരാധനയ്ക്ക് പോകാൻ മേലാത്ത പറ്റുന്ന ഒരു സാഹചര്യത്തിലില്ലാത്ത ഞാന് ഇങ്ങനെയൊക്കെ എവിടെ പോകാനായിട്ടാ? ഇതൊന്നും വേണ്ട, എനിക്കൊന്ന് ആരാധിക്കാൻ ആലയം കാണിച്ചതാ.
അന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, നീ മഞ്ഞു പെയ്യുന്ന രാജ്യത്ത് 2 തലമുറയോടനുബന്ധിച്ച് യാത്ര ചെയ്ത് മടുക്കുമെന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. എങ്കിലും ആ കേൾക്കുന്ന സ്വരത്തിലൊക്കെ ഉറപ്പോടും ധൈര്യമായിട്ടും ഇരുന്നു. ഒരു ദൈവദാസൻ ഫസ്റ്റ് ആയിട്ട് എന്നോട് പ്രവചിക്കുന്നത്, നിങ്ങളുടെ 2 മക്കളോടനുബന്ധിച്ച് 2 രാജ്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്ത് മടുക്കും, ഫ്ലൈറ്റ് കയറി നിങ്ങൾ മടുക്കും, അങ്ങനെയൊക്കെയുള്ള പ്രവചനം അദ്ദേഹം എന്നോട് ആദ്യം പറയുകയുണ്ടായി. ഒരു പ്രാവശ്യം ഇതുപോലെ കോയമ്പത്തൂർ ഞാനായിരുന്നപ്പം കെ എബ്രാഹിം പാസ്റ്റർ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയിട്ട് അദ്ദേഹം ഒരു വചനം എടുത്തു. അപ്പം ആ സമയത്ത് എൻ്റെ മോൻ UK നിന്ന് തിരിച്ചു വരികയാണ്. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചിരിക്കുക, ഈ പറഞ്ഞ പ്രവചനമൊക്കെ നിവർത്തിക്കുന്ന എങ്ങനെയാ? എൻ്റെ മോന് സ്റ്റേ ബാക്ക് കിട്ടാതെ അവൻ തിരിച്ചു വരികയാണ്. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെല്ലുന്നത്, ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കെ എബ്രാഹിം പാസ്റ്റർ പറഞ്ഞു എന്നോട്, നിന്റെ തലമുറയോടനുബന്ധിച്ച് മഞ്ഞു പെയ്യുന്ന രാജ്യത്ത് ഞാൻ ഈ കാല് കുത്തിയിരിക്കും, എൻ്റെ ആത്മാവ് അതിന് സാക്ഷി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് സ്റ്റേജിൽ പോയി നിന്ന് ശുശ്രൂഷിച്ചു. ഞാൻ അത് ഭയങ്കര ഉറപ്പോടെ എടുത്തു. അങ്ങനെ എൻ്റെ മോൻ തിരിച്ചു വന്ന നാട്ടില്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണത്തോടനുബന്ധിച്ച് അവൻ യുക്രൈനിൽ പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് യുക്രൈനിൽ കർത്താവ് എന്നെ കൊണ്ട് നിർത്തിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അങ്ങനെ ആ കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കൊറോണ ഒക്കെ ഭയങ്കര കൂടുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എപ്പോഴും പറയുമായിരുന്നു മോനോട്, ചാച്ചന് 2 ഇരട്ടക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്ന ആദ്യമെന്ന്. അപ്പം അങ്ങനെ എൻ്റെ മോൻ ആദ്യമായിട്ട് 2 ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതുങ്ങളെ കാണാൻ പോകണം. അപ്പൊ കൊറോണ ഒക്കെ കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. ഞാൻ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞാല് ഇതുപോലെ എനിക്ക് അന്ന് ഈ വീടിന്റെ കാര്യത്തിന് കടം തന്ന മോളാണ് ടിക്കറ്റ് കടമായിട്ട് എടുത്തു തരുന്നത്. ആ സമയത്ത് ഞാൻ കയറി പോകാനായിട്ട് ഇരുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, കൊറോണ കാരണം കൊണ്ട് അവിടെ ഒക്കെ അടച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് എങ്ങനെയും ആ രാജ്യത്ത് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്നെ ദൈവം അയക്കണം, നീ തന്ന വാഗ്ദത്തമാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പോകേണ്ട ഒരു സ്ഥലത്തിന് എനിക്ക് തെറ്റി ഞാൻ വേറൊരു വഴിയായിട്ട് ഒരു ജംഗ്ഷനിൽ ചെന്നിറങ്ങുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയോ അവിടെ പോയിരിക്കുമെന്ന്. അപ്പം അന്നത്തെ കുവൈറ്റിന്റെ ഫ്ലൈറ്റ് ആണ് ക്യാൻസൽ ആയത്. അടുത്ത ദിവസം ഞാൻ ഏജന്റിനെ വിളിച്ചു വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പോയേ പറ്റത്തുള്ളൂ, ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞു, ദോഹ വഴി ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അത് ക്യാൻസൽ ആയാൽ ഞങ്ങളെ കുറ്റം പറയരുത്, എടുക്കണോ ടിക്കറ്റ്, പൈസ പോകും എന്ന് പറഞ്ഞു. ഒന്ന് പോയല്ലോ പൈസ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തു ആ ടിക്കറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആ കുട്ടിയോട് തന്നെ കടം വാങ്ങിച്ച് 75,000 രൂപ മുടക്കി ഞാൻ ടിക്കറ്റ് എടുക്കുന്നു. കാരണം എന്റെ ദൈവം പറഞ്ഞു, വാഗ്ദത്തം എന്നോട് മോൻ അന്നേരം എന്നോട് പറഞ്ഞു, മമ്മി പണമല്ല, പണം വരും പോകും, പക്ഷെ വാഗ്ദത്തം അതിൽ കടിച്ചു തൂങ്ങി കിടന്നേ പറ്റത്തുള്ളൂ, മമ്മി പറ്റേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ദോഹ വഴിയായിട്ട് അവിടെ ചെന്ന് ഇറങ്ങുകയും ആ കൊറോണ കാരണം എല്ലാ എയർപോർട്ടും അടുത്ത ദിവസം അടച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. വീണ്ടും അങ്ങനെ ഇരിക്കുമ്പം യുക്രൈൻ വാറ് വന്നു. ആ സമയത്ത് ഞാൻ പോയ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ദേശം കാണാനും കുഞ്ഞുങ്ങളെ കാണാനും മാത്രമല്ല വന്നത്, നീ എന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ അറ്റത്തോളം നീ എന്റെ സാക്ഷ്യമാക്കുന്ന, എനിക്കിവിടെ സാക്ഷിയായേ പറ്റത്തുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ ഓർക്കുന്നത് തന്നെ ബാലിശമായ ഒരു കാര്യമാണ്. കാരണം എന്റെ മരുമോടെ ഓഫില് അവർക്കുള്ള ചർച്ചുകളെല്ലാം യുക്രൈൻ ചർച്ചുകളാ. അവിടെ അങ്ങനെ ഒരു ചാൻസേ ഇല്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം ഉഷ്ക്രോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മോനെ ഒരു ദേവദാസൻ വിളിച്ചു. അദ്ദേഹം ഇന്ത്യൻസിന്റെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാ. യുക്രൈൻകാരനാണ്. അവിടുത്തെ ഭാഷ റഷ്യൻ മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ, ഒരു ഇംഗ്ലീഷ് വേർഡ് അറിയത്തില്ല. പക്ഷേ ഈ റെസ്റ്റോറന്റുകളിൽ പോയിരിക്കും, കൈയും കാലും കാണിച്ചൊക്കെയാണ് അദ്ദേഹം പറയും. എന്നിട്ട് ഈ ട്രാൻസ്ലേഷനൊക്കെ വെച്ചാണ് സുവിശേഷം പറയുന്നത്. അങ്ങനെ അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞ് എൻ്റെ മോൻ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അവൻ ഇവിടെ മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നും അങ്ങനെ മോനെ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ടിക്കറ്റ് അയച്ചു തരാം, വരാമോ മിനിസ്റ്റർ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, മമ്മി ശുശ്രൂഷിക്കാൻ, എന്നാ മമ്മിക്കും ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിക്കാതെ എൻ്റെ ദൈവം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്ത പരമായി ചെയ്യുന്ന കർത്താവാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെലവിൽ പോയി അവിടെ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു മീറ്റിംഗ് നടത്താനും ഹിന്ദു കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനോട് വരാനും ഒക്കെ ആ മീറ്റിംഗ് മുഖാന്തരമായി. അതിനുശേഷം അത് ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് ഉഷ്ക്രോത്ത് എന്ന് പറയുന്നത്. അവിടേക്ക് എൻ്റെ മോനെ അദ്ദേഹം കൊണ്ടുപോവുകയും അവിടെ അവർ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും. അത് വളരെയധികം ദൈവിക പദ്ധതിയായിരുന്നു. കാരണം യുക്രൈനിൽ വാറ് നടന്നപ്പം ആ ബോർഡറിനോട് അടുത്തുള്ള സ്ഥലത്തായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്യാനും പലായനം ചെയ്യാതുകൊണ്ടിരിക്കുമ്പം മോൻ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ നെടുമ്പാട് ഇവിടെ ഈ ഹോളിൽ ഞാൻ കിടന്നു. എൻ്റെ കർത്താവെ, ഈ 2 ഇരട്ട കുഞ്ഞുങ്ങളെയും കൊണ്ട്
ഈ മഞ്ഞു പെയ്യുന്ന സ്ഥലത്ത് ഇവരെങ്ങനെ പോകും? ഏത് രാജ്യത്തോട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പോകും? എല്ലായിടത്തും ബോംബ് വീഴുകയാണല്ലോ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറ നെടുമ്പാട് ഞാൻ ഇവിടെ വീണു. അപ്പൊ ഞാനൊരു സ്വരം കേട്ടു, പരിശുദ്ധാത്മാവിന്റെ ചിറകിലേറ്റി അവരെ കൊണ്ടുപോകും, നീ ധൈര്യമായിരിക്കാന്ന. പിന്നെ ഞാൻ ധൈര്യമായി. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, ഹംഗറിയിലോട്ട് കയറാൻ പോയപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് തിരിച്ചു വിട്ടു, മമ്മി അവിടെ കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇനി വേറൊരു കൺട്രിയുടെ ലോട്ട് പോകുക, ഞങ്ങള് ചെക്കോസ്ലോവാക്യയുടെ ബോർഡറിലോട്ട് പോകുക എന്ന് പറയാം. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ക്രമീകരിക്കുന്ന ധൈര്യമായിരിക്കാൻ. അങ്ങനെ അവരെ പെട്ടെന്ന് ഒത്തിരി ക്യൂ ഉള്ളിടത്തുനിന്ന് അവർക്ക് പെട്ടെന്ന് കടന്നു പോകാനായിട്ട് ദൈവം ഒരു സാഹചര്യം ഒരുക്കി. അവരവിടെ കടന്നു കഴിഞ്ഞിട്ട് അവന് നേരം കാനഡയിൽ നിന്നുള്ള ഒരു മിഷണറിയുടെ ഫോൺ വരികയും അവിടെ ഉള്ള ആ ചെക്കോസ്ലോവാക്യ തന്നെയുള്ള ഒരു മിഷണറി കുടുംബമായിട്ട് കണക്റ്റഡ് ആക്കുകയും അവർക്ക് അവിടെ ഒരു വീട് അവർ കൊടുത്തു താമസിക്കാനായിട്ട്. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറണമെന്ന് പറയാൻ തുടങ്ങി. അവർക്ക് അവരുടെ പേരൻസ് വരുന്നുണ്ട്, വീട് വേണം. അപ്പൊ മോന് ഒരു ദർശനം കണ്ടു, അവനൊരു ദീപി നിൽക്കുന്നതായിട്ട്. അപ്പൊ മോളോട് പറഞ്ഞു, ഈ വീട് മാറണമെന്ന് പറയുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഇറ്റലിയിൽ അവള് അവളുടെ ഈ ഫിസിയോതെറാപ്പി അവള് പഠിച്ചത് ഇറ്റലിയിലാണ്. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അവള് കല്യാണവും അതിനു മുമ്പ് അവളൊരു ദർശനം ഞങ്ങളുടെ ചർച്ചിൽ ആരാധിക്കുമ്പോൾ, അന്ന് സാംകുമരകം പാസ്റ്റർ ചർച്ചിൽ ഞങ്ങൾ ആരാധിക്കുന്നത്, ആ ചർച്ചിൽ വെച്ച് അവളൊരു ദർശനം കണ്ടു. അവിടെ പാസ്പോർട്ടില് ഒരു സൈഡില് ഒരു സീൽ വരുന്നു, ഇപ്പുറത്ത് വേറൊരു സീൽ വരുന്നു. അപ്പം ആദ്യത്തെ സീൽ അവള് പറഞ്ഞു, രണ്ടാമത്തെ സീൽ അവള് പറഞ്ഞത് അമേരിക്കൻ സീല, ഫസ്റ്റ് സീൽ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെറ്റിനകത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അത് ഇറ്റാലിയൻ സീലാ മമ്മീന്ന്. അങ്ങനെ അവൾക്ക് ഫിസിയോതെറാപ്പി കോയമ്പത്തൂരിലെ കഴിഞ്ഞ് ഇറ്റലിയിലേക്ക് പോകാൻ പൈസ ഇല്ല നമുക്ക്, പക്ഷെ സ്കോളർഷിപ്പോട് കൂടി അവൾക്ക് പഠിക്കാൻ അവിടെ കിട്ടി. അവൾ അവിടെ പോയി പഠിപ്പിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവളോട് മോൻ പറയുന്നു, ഇതുപോലെ അവർക്ക് വീട് ചോദിക്കുന്നു, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അവൾ അവിടെയുള്ള അവളുടെ ഒരു കൂട്ടുകാരി, അവളുടെ അമ്മ ഒരു ദ്വീപില് പെയിൻ ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള വീട് കൊടുക്കുന്നുണ്ട്, അവിടെ വന്ന് താമസിച്ചോളാൻ പറയുകയും മോനും കുടുംബവും അങ്ങനെ ആ ദ്വീപിലേക്ക് മോൻ കണ്ടതുപോലെ പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം അവര് ഈ അതിനോടിടയ്ക്ക് ഞാൻ പറയട്ടെ പാസ്റ്ററെ, ഒത്തിരി കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് അങ്ങ് ഉപയോഗിച്ചു. എന്നു വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ സമയം തൊട്ട് എനിക്ക് ആകെപ്പാടാ തലവേദന മാറിയ സാക്ഷ്യമേ അറിയത്തുള്ളൂ. പിന്നെ എൻ്റെ മോന്റെ വളഞ്ഞ കാല് നൂർന്നു, ഇത്രയുമേ അറിയത്തുള്ളൂ, ഒരു വചനം പോലും അറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, യേശുവേ നിന്നെ പറ്റി പറയുവാൻ, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുവാൻ ഒരാളെയെങ്കിലും എനിക്ക് കൊണ്ടുതരണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എന്നു വെച്ചാൽ ആ ദേശത്ത് എനിക്ക് യേശുവിനെ പറയാൻ ഇറങ്ങാൻ പറ്റത്തില്ല എൻ്റെ നാട്ടില്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ധർമ്മക്കാര് വരും, ഞാൻ അവരോട് പറയും പൈസയും തരാം ഭക്ഷണവും തരാം, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ ഞാൻ ഈ 2 സാക്ഷി അവരോട് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഇതിങ്ങനെ ധർമ്മം ഒന്നും ചോദിച്ച് തെണ്ടി നടക്കണ്ട, യേശു വിശ്വസിക്കുന്നു പറഞ്ഞു വിടും. അങ്ങനെ ഞാൻ എൻ്റെ മിനിസ്ട്രി അങ്ങനെ ധർമ്മക്കാരുടെ ഇടയിലാണ് ഞാൻ എൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികം ഫലമേൽപ്പിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഇന്ന് രാജ്യങ്ങളിൽ കൊണ്ടുപോയി എൻ്റെ ദൈവത്തിന്റെ സാക്ഷിയാക്കി എന്നെ. അതുകൊണ്ട് ഇങ്ങനെ വേല എന്നുള്ളൊരു ഭാരം എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഒരു സെക്കൻഡ് വെറുതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആദ്യ കാലത്ത് ഒരു പേ പിടിച്ച പട്ടിയെ പോലെ ഞാൻ അലയുമായിരുന്നു ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട്. ഭാഗ്യം തൂക്കി ഞാൻ രാവിലെ ഇറങ്ങും. എൻ്റെ ഹസ്ബൻഡ് എന്നെ അനാവശ്യമൊക്കെ പറയും ഇങ്ങനെ നടക്കുന്നതിന്. പക്ഷെ എങ്കിലും എൻ്റെ കർത്താവിനെ ഒന്ന് പറയുവാനായിട്ട് ഓരോ ദിവസവും എൻ്റെ ദാഹം നിമിത്തം ഞാൻ ഇങ്ങനെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് എനിക്ക് ആകെപ്പാട് കിട്ടുന്ന പൈസയിൽ നിന്ന് മിച്ചം പിടിച്ച് ഞാൻ അവർക്കും വണ്ടിക്കൂലി എടുത്ത് ഞാൻ സുവിശേഷം പറയുവാൻ നടക്കുമായിരുന്നു. അതെല്ലാം എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് അതിനെല്ലാം കണക്കിട്ടു. ഹല്ലേലൂയ. മൊർദെഖായിയുടെ ഇരിപ്പ് പടിവാതിൽക്കലാണേലും രാജാവിന് വേണ്ടി ചെയ്ത കാര്യം അറിഞ്ഞ് അവനെ അകത്ത് കൊണ്ടുവന്ന ദൈവം എന്നെ എൻ്റെ കർത്താവ് മാനിച്ച് ആ ദേശത്തായ യുക്രൈൻ ദേശത്തും കർത്താവിന്റെ സാക്ഷിയാകുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. അങ്ങനെ ആ വാർ നടന്ന് അവർ ഇറ്റലി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനോട് ഞാൻ പറയുമായിരുന്നു, അൻസൻ കാനഡ എന്നറിയപ്പെട്ടതുപോലെ നീയും കാനഡയുടെ നാമത്തിൽ അറിയപ്പെടുമെന്ന്. ഇവനിങ്ങനെ രാജ്യങ്ങൾ മാറി മാറി താമസിക്കുമ്പോൾ ഞാൻ ഓർക്കും ആ രാജ്യത്തിന്റെ പേരിലായിരിക്കും ഇവൻ അറിയപ്പെടുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ആ ഒരു മിഷണറിമാര് ഇവനോട് പറഞ്ഞു പാസ്പോർട്ട് അയച്ചതാ, അതുപോലെ ഞങ്ങള് വിസ എടുക്കാമെന്ന്. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ ചെറുകിലേറ്റി അവരെ കൊണ്ടുപോകുമെന്ന്. എൻ്റെ മോൻ 5 പൈസ ഇല്ല, ഒന്നുമില്ല അവർക്ക് പോകാനായിട്ട്. അങ്ങനെ അവര് പാസ്പോർട്ടും ഒക്കെ കൊടുത്ത് അവന് വിസ കിട്ടുകയും ആ കുടുംബത്തിന് വേണ്ട 2 കുഞ്ഞുങ്ങൾക്കും അവർക്ക് 2 പേർക്കും വേണ്ട ടിക്കറ്റ് മൊത്തം
ലക്ഷങ്ങളായി കാണും, ഒരു 5 ലക്ഷം രൂപയോളം ഒക്കെ ആയി കാണുമായിരിക്കും ആ ടിക്കറ്റിന്. ആ ടിക്കറ്റ് അയച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ചിറകിലേറ്റി അവരെ കാനഡയുടെ പ്രദേശത്ത് ദൈവം എന്നോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം ഇപ്പോൾ അവരെ കൊണ്ടാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നടത്തിയും ദർശനത്തെയൊക്കെ തുച്ഛീകരിക്കുന്നുണ്ട് ഇന്ന് ഒത്തിരി പേര്. കാരണം കാണുന്ന ദർശനമൊക്കെ ചിലപ്പോൾ പാളിപ്പോകുന്നു, അതുപോലെ കേൾക്കുന്ന പ്രവചനമൊക്കെ ചിലപ്പോൾ സംഭവിക്കാതിരിക്കുന്നു. പക്ഷേ ഞങ്ങളെ നടത്തുവാനായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു ദേവദാസന്മാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ പലരോടും ചോദിക്കും, ചർച്ചകളിലൊക്കെ വന്നോട്ടെ എന്ന്. എല്ലാവർക്കും പേടിയായിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട്, ഞങ്ങളുടെ കുടുംബക്കാരെ പേടിച്ച്. പക്ഷെ ദൈവം താൻ ഇറങ്ങി വന്ന് നിന്ന് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഞാൻ ഒരു മുറിയിൽ നിന്ന് വന്ന് പറയുന്ന കാര്യം തന്നെ ആയിരിക്കും എൻ്റെ മക്കള് പല മുറികളിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സംസാരിച്ച് വഴി നടത്താൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ദൈവസ്വരം, ഇത്രയും വർഷത്തോളം ആ ദൈവസ്വരം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെ ഏത് കാര്യവും കർത്താവ് മുന്നമേ വരുന്ന കാര്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യവുമെല്ലാം സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെ എൻ്റെ മക്കളെ കാണിച്ചും എന്നെ കാണിച്ചും എൻ്റെ കർത്താവ് നടത്തുകയാണ് ഞങ്ങളെ. എല്ലാവരുടെയും നടത്തിപ്പ് അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെ നടത്താൻ ഒരു ദൈവദാസൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവം താൻ ഇറങ്ങി വന്ന് ഞങ്ങളെ നടത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്നും അതുകൊണ്ട് പലതും കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും എന്തോ വട്ടുതരമാണോ ഞാൻ ഈ കാണിക്കുന്നതെന്ന്. പക്ഷെ എനിക്കറിയാം ഞാൻ വട്ടല്ല കാണിക്കുന്നത്, എൻ്റെ ദൈവത്തിന്റെ സ്വരത്തിന് നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ എൻ്റെ മോള് പറഞ്ഞല്ലോ ഭയങ്കര പ്രതികൂലങ്ങളിലൂടെ ഈ വീട്ടിൽ ഈ താമസിക്കുമ്പോൾ കടന്നു പോകുമെന്ന്. ആ പ്രതികൂലവും കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ എൻ്റെ പ്രതികൂലം എന്ന് പറയുന്നത് പട്ടിണിയാണ്. 5 ബെഡ്റൂമുള്ള വീട്ടില് ഞാനും എൻ്റെ മോനും ഒത്തിരി പ്രാവശ്യം പട്ടിണി കിടക്കാനിടയായി. കാരണം ഈ വീടിന്റെ പ്രശ്നങ്ങളെ ചൊല്ലി എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് പൈസ അയച്ചു തരത്തില്ല. ചില സമയത്തൊക്കെ മിക്കവാറും മാസങ്ങളിൽ അദ്ദേഹം പൈസ കട്ടാക്കും, ഓരോ കാരണം പറഞ്ഞ്. വണ്ടി പാർക്ക് ചെയ്തപ്പം പെറ്റി അടിച്ച് പൈസ പോയി, അതുകൊണ്ട് തരാനില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ തരത്തില്ല. അങ്ങനെ ഞാൻ ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ ഈ വീട്ടിൽ പട്ടിണി അനുഭവിക്കാനിടയായി. ഒരു ദിവസം ഇതുപോലെ എൻ്റെ മോനും ചിക്കൻ ബോക്സ് വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കും ചിക്കൻ ബോക്സ് വന്നു. ഞാൻ അവിടെ കട്ടിലേക്ക് കിടക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറയാനായിട്ട് കുറച്ച് റേഷനരിയും ഇച്ചിരി എണ്ണയും മുളക് പൊടി, ഗോതമ്പ് പൊടിയും, അത് മാത്രം മുളക് പൊടിയേ ഉള്ളൂ. ഞങ്ങൾ അത് ചാലിക്കും, രാവിലെ അത് തന്നെ കൂട്ടും, ആ മുളകും ഇതും. ആ ദോശമാവ് കലക്കി ഞങ്ങൾ ഗോതമ്പ് ദോശ കഴിക്കും രാത്രിയിൽ. ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഒരു ദിവസം നന്നായിട്ട് വിശന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. ഞാൻ അന്നേരം എൻ്റെ മോന്റെ ഡോറിന്റെ അടുത്ത് തട്ടി, എന്നാ ഇച്ചിരി കടിഞ്ചായ ഇട്ട് തരാം, എനിക്ക് എഴുന്നേക്കാൻ മേല. അതുപോലെ എനിക്ക് ചിക്കൻ ബോക്സിന്റെ ക്ഷീണവും ശാരീരിക അസ്വസ്ഥതയുമാ. ഞാനന്ന് തലകറങ്ങി വീഴേണ്ട പോലെ ആയിപ്പോയി. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ജില്ലാശുപത്രി കൊണ്ടുപോയിട, അവിടെ ഫുഡൊക്കെ ആണെങ്കിലും കിട്ടുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും മോനേന്ന്. അന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ വീടിന്റെ മേള് വാടകയ്ക്ക് താമസിക്കാൻ ചോദിക്കാൻ വന്ന ഒരു ആന്റിയാ. വന്നു കഴിഞ്ഞപ്പോഴാണ് വിശ്വാസിയാണെന്നറിയുന്നത്. ആ ആന്റി എന്നെ അവര് വീട് എടുത്തില്ല, അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അവര് കോട്ടയത്താണ് താമസിക്കുന്നത്. ആ സമയത്ത് അവര് മോളുടെ കൂടെ ബാംഗ്ലൂരാ. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്നാ ഉണ്ട് സിസ്റ്റർ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഈ ചിക്കൻ ബോക്സും വിശപ്പിന്റെ പട്ടിണിയൊക്കെ ആയിട്ട് ഞാൻ ക്ഷീണിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്ന് കിടക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, തണുത്തത് വാങ്ങിച്ചു കഴിക്കുക, പഴം വാങ്ങിച്ചു കഴിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിച്ച് കഴിക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തോ ഇതുവരെ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു, ഒരു 7-8 ദിവസമായി. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാ ഒന്നും കഴിക്കാത്തെ, എന്തോ സോഫിയുടെ പ്രശ്നം? ഞാൻ ചുമ്മാ പറഞ്ഞു, എൻ്റെ അഭിമാനം, ഞാനൊരു ദൈവത്തോടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ശുശ്രൂഷ ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഈ പരിപാടി എനിക്കില്ല. ഞാൻ അല്ലെ അത്ര നിയോഗം കിട്ടിയാലേ ഞാനായിട്ട് ഏതെങ്കിലും വീടുകളിലേക്കോ അല്ലെങ്കിൽ ശുശ്രൂഷയോ, ഞാൻ ഏതെങ്കിലും വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് പോണേ അത്ര നിയോഗം കിട്ടിയാലേ ഞാൻ അടുത്തറിയാവുന്നവരുടെ പോകത്തുള്ളൂ. ഞാനപ്പോ ദൈവത്തോട് എന്നാ വെച്ചാ ആത്മീയ ലോകം ഞാൻ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശുശ്രൂഷ ഞാൻ ആരോടും ചോദിക്കത്തില്ല, ഓടി നടക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവം അയക്കുന്നിടത്തോട്ട് പോകും, വിളിക്കുന്നിടത്തോട്ട് പോകും. ഒരു നന്മ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, സാറേ കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഒറ്റ രൂപ എൻ്റെ പടി കടന്നു വരരുത്, ഒരു നന്മ എനിക്ക് വേണ്ട കർത്താവിന്റെ സാന്നിധ്യത്തിൽ പൊതിയാത്തത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമായിരുന്നു, സാമ്പത്തികം ഞാൻ ആരോടും ചോദിക്കത്തില്ല, ശുശ്രൂഷ ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഈ 20 വർഷത്തിന് മേളിലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വാക്കു പാലിക്കാൻ ഇന്നും എൻ്റെ കർത്താവ് എന്നോട്, എന്നെ കൊണ്ട് അത് പാലിക്കാൻ പറ്റത്തില്ല. കാരണം പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും തള്ളി പറയത്തില്ലെന്ന്.
ആ പറഞ്ഞ പത്രോസിനെ കൃപയെന്ന് പറയുന്ന രണ്ടക്ഷരം എടുത്തു മാറ്റി വെച്ചപ്പോൾ 3 പ്രാവശ്യം തള്ളി പറയാനിടയായി. കാരണം കൃപയില്ലാതെ കണ്ട്, ആ രണ്ടക്ഷരം ഇല്ലാതെ കണ്ട് ഒരു വാഗ്ദത്തവും നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ല. കൃപ തന്ന് പാലിപ്പിച്ചാലേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും അപ്പന്റെ കൃപ തന്ന് ആരോടും 5 പൈസ ചോദിക്കാതെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പൈസ വിഷയം ആ ആന്റി ചോദിച്ചപ്പോൾ എനിക്ക് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് പൈസ അയച്ചിട്ടുണ്ട്, ഇതുവരെ അത് വന്നിട്ടില്ല ആന്റി, അതുകൊണ്ടാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അതാണ് സോഫിയുടെ കാര്യം, മോന്റെ കയ്യിലോട്ട് കൊടുത്തേന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്ത് അങ്ങനെ 2000 രൂപ വന്ന് ചിക്കൻ ബോക്സിലായി കിടന്ന് ഞാന് പഴം പോലും വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് അന്ന് മോൻ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിച്ചു കൊണ്ട് തരികയും ഞങ്ങളുടെ അടുക്കളയിലോട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷവും ഒത്തിരി പട്ടിണികളിലൂടെ ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ ഇരിക്കുമ്പം സാംകുമരവും പാസ്റ്റർ ചോദിച്ചു, എന്നാ സ്റ്റേജിൽ നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 3 ദേവദാസന്മാര് ചർച്ച് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരിക, ആര് ഫുഡ് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോ ആരും എഴുന്നേൽക്കുന്നില്ല. ഒത്തിരി സാമ്പത്തികമുള്ളവരും ഒക്കെ ഉണ്ട്, അതിനകത്ത് ആരും എഴുന്നേൽക്കുന്നില്ല. എന്റെ അവസ്ഥ എനിക്കറിയാമല്ലോ, എന്റെ വീട്ടിൽ പട്ടിണിയാണെന്നുള്ളത്. എങ്കിലും ഞാൻ ചാടി എഴുന്നേറ്റു. പാസ്റ്റർ, ഞാൻ നോക്കുമ്പോ എന്റെ മോനും അവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. തിരിച്ചു വരുമ്പോ ഞാൻ ചോദിച്ചു, മോനെ, നമ്മൾ രണ്ടുപേരും ചാടി എഴുന്നേറ്റു, എങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുക്കും എന്ന് ചോദിച്ചപ്പം എന്നോട് മോൻ പറഞ്ഞു, കർത്താവ് നടത്തും മമ്മി, ദൈവം നടത്തും. അവന് ഭയങ്കര വിശ്വാസം ആ കാര്യത്തില്. അപ്പം എന്നാ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് നോക്കാം എന്താ. അപ്പൊ അടുത്ത ദിവസം അടുത്തു ആ ദിവസം ഫുഡ് കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു, മോനെ, നാളെ ഫുഡ് കൊടുക്കേണ്ട ദിവസം, പൈസ വന്നിട്ടില്ല. മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മമ്മി, പുറകിൽ നിന്ന് ആന്റിയോട് കടം വാങ്ങിയിര്. അപ്പം എന്റെ വീടിന്റെ പുറകിൽ ഒരു സിസ്റ്റർ ഉണ്ട്, ബീന എന്ന് പറയുന്നത്. ഞാൻ അവരോട് എനിക്ക് 2000 രൂപ കടം വേണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, സുഫി ഒരാഴ്ചക്കകത്ത് തിരിച്ചു തരണം എന്ന് പറയാൻ. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ കടം വാങ്ങിച്ച് ഈ ദേവദാസന്മാർക്ക് ഫുഡും ഉണ്ടാക്കി 250 രൂപ ഇവർക്ക് മാറ്റി ഞാൻ വെക്കുകയും ചെയ്തു പാസ്റ്ററെ. പക്ഷേ കർത്താവിന്റെ വിശ്വസ്തത അന്ന് തൊട്ട് വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ഇല്ലാത്ത പൈസയ്ക്ക് കടം വാങ്ങിച്ച് ഞാൻ ആ ദേവദാസന്മാർക്ക് ഫുഡ് ഒരുക്കി. അവർക്കുള്ള സാമ്പത്തികവും ഞാൻ കുറഞ്ഞതാണെങ്കിലും ഞാൻ വെച്ചു. എന്റെ മോന്റെ കയ്യിൽ 100 രൂപ 200 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞ അവൻ പറയും, എനിക്ക് അങ്ങനെ കൊടുക്കുന്നതിന് താല്പര്യം, ഇങ്ങനെ വാരി കൊടുക്കണം, അവര് വീട്ടിൽ പോയിരുന്ന് എന്നിട്ടെന്ന് പറയും. ഹല്ലേലൂയ. എന്റെ കർത്താവിന് മഹത്വം. അങ്ങനെ ഞാൻ അന്ന് ചെയ്തത്, അന്ന് തൊട്ട് ഇന്ന് വരെ, ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ തനിച്ചോളൂ, ഇന്ന് വരെ എന്റെ ഫ്രിഡ്ജ് നിറഞ്ഞ് ഫുഡ് ഇരിക്കുക പാസ്റ്ററെ. അന്നത്തോടു കൂടി എന്റെ അടുക്കളയിലെ ദാരിദ്ര്യം മാറി. ആ ദേവദാസന്മാർക്ക് ഫുഡ് കൊടുത്തതോടുകൂടി എന്റെ അടുക്കളയിലെ ദാരിദ്ര്യം മാറിയെന്ന് പറയാം. ഇന്നും വരെയും ഒരു മുട്ടുമില്ലാതെ എന്റെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയും, ചെറിയൊരു സ്റ്റെപ്പാണ് അവന് വേണ്ടി വെച്ചത്, അവന്റെ അക്കൗണ്ടിൽ ഉണ്ടത്. ഹല്ലേലൂയ. മനുഷ്യൻ മറന്നു പോകും, ആ പാസ്റ്റർമാര് മറന്നുപോയി കാണുമായിരിക്കാം, പക്ഷെ മറന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മോന് ഇതുപോലെ ഒരു പ്രാവശ്യം ചോറിന് അവൻ ഈ UK വെച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് മമ്മി ചോറ് വേണമെന്ന്. ഞാൻ പറയും, ഇന്ന് മോന് ചോറ് കിട്ടുമെന്ന്. ആ സറ്റിൽ നിന്ന് ആരോ പിരിഞ്ഞു പോകുന്നവര് അന്ന് ഫുഡ് കൊടുത്ത് എന്റെ മോന് 2-3 കീസ് നിറയെ ചോറ് കിട്ടി. അപ്പോഴും അവൻ പറഞ്ഞു, മമ്മി, നമ്മൾ അവിടെ ചെയ്തതിന്റെ എല്ലാ റിസൾട്ട് വരാൻ തുടങ്ങിയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പട്ടിണി ഒത്തിരി, മോള് പറഞ്ഞതുപോലെ ഒത്തിരി ശോധനകളിലൂടെ ഞാൻ കടന്നുപോയി ഉണ്ടായി. എന്റെ മോള് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ, വീട് വിട്ട് ഓടുന്ന ഒരു രംഗം അവള് കണ്ടെന്ന്. എന്റെ മോന്റെയും മോളുടെയും കല്യാണത്തിനോടനുബന്ധിച്ച് എന്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് വിഷയമായി. അദ്ദേഹത്തിന് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ കല്യാണം കഴിപ്പിക്കുന്നതും ഒക്കെ. പക്ഷെ ഞങ്ങൾ ആ മരുമോനെയൊക്കെ കാണിച്ചപ്പെടുന്നു, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷെ കല്യാണത്തിന്റെ ആ സമയത്ത് വന്നപ്പം ഞങ്ങളോട് പറഞ്ഞു, 1 രൂപ പോലും ഞങ്ങൾ മുടക്കത്തില്ലെന്ന്. എന്റെ മോളുടെ 1.5 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടിയ ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ആ കല്യാണം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് ആ സമയത്തൊക്കെ ചോദിക്കുമായിരുന്നു, കർത്താവേ, എങ്ങനെ ഈ കല്യാണം നടത്തുമെന്ന്. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ മാന്യതയ്ക്ക് തക്കവണ്ണമല്ല, എന്റെ മാന്യതയ്ക്ക് തക്കവണ്ണം ഞാൻ കല്യാണം നടത്തുമെന്ന്. ആള് കുറവായിരുന്നു പാസ്റ്റർ, ഞാൻ പേടിച്ചിട്ട് ഒത്തിരി പേരെ വിളിച്ചില്ല, കാരണം ഫുഡ് കൊടുക്കണ്ടേ. പക്ഷെ ആദ്യമായിട്ട് കൊറോണയുടെ കാലത്തെ പോലെ ഒരു കല്യാണം, അന്ന് കൊറോണ ഇല്ല, കൊറോണയ്ക്ക് മുമ്പാണ്, എങ്കിലും അങ്ങനെ ഒരു കല്യാണമാണ് ഞാൻ നടത്തിയത്. പക്ഷെ ഒരു ഭയങ്കര അത്ഭുതങ്ങൾ അതിനകത്ത് നടന്നു. എന്നാ, ആ ഇരിക്കുന്ന പൂവിന് പോലും ജീവൻ ഉണ്ടോ എന്ന് തോന്നി. അതുപോലെ ആ സ്റ്റേജ് സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ആ മോള് ആരാധിക്കുന്ന പോലെ ഒരു കല്യാണ പെണ്ണും ആ സ്റ്റേജിൽ നിന്ന് ആരാധിച്ച് കണ്ടില്ല, അതുപോലെ സാന്നിധ്യമായിരുന്നു ആ കല്യാണത്തിന്.
അനുഗ്രഹിക്കപ്പെട്ട വളരെ വില കുറഞ്ഞ ഫുഡായിരുന്നു. പക്ഷെ ആ ഫുഡിനെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കല്യാണമാക്കി. എൻ്റെ മോന്റെ എൻഗേജ്മെന്റും അതേ സ്റ്റേജിൽ നടന്നു. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ഉടക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തില്ല എന്നെ അടിക്കാൻ പിടിക്കുമെന്ന്. ഞാൻ റൂമിൽ കയറും, അദ്ദേഹം എന്നെ അടിക്കാൻ പിടിച്ചു. അങ്ങനെ ഇച്ചിരി വിഷയം, അത് വലിയൊരു വിഷയമായി മാറി. കത്രിക എടുത്ത് കുത്താൻ തുടങ്ങി. ആ കല്യാണത്തിന്റെ തലേന്ന് മരണവീട് പോലെ ഞങ്ങളുടെ വീടായി തീർന്നു. മരുമോനും അമ്മായിയമ്മയും അന്ന് വന്നിട്ടുണ്ട് അവർ എയർപോർട്ടിൽ നിന്ന്. മരുമോൻ ഒരു അമേരിക്കക്കാരനാണ്. അവൻ വന്ന് വിശ്രമിക്കുന്നു. വേറൊരു വീട്ടിലോട്ട് ഞങ്ങൾ അവർക്ക് താമസം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് അവരെ കൊണ്ടുവിടുന്നതിന് മുമ്പാണ് ആ വിഷയം ഉണ്ടായത്. എൻ്റെ മരുമോൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ കാലെ കൈയൊക്കെ പിടിച്ചു, നാണക്കേടാ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞ ഈ വിഷയമെല്ലാം കണ്ടിട്ട് അങ്ങനെ അദ്ദേഹം ഭയങ്കര പ്രശ്നമായി. ആ കല്യാണം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയായി. അന്ന് എൻ്റെ മോള് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഒരു സമയത്ത് അദ്ദേഹം വന്ന് വീട് കുത്തിപ്പൊളിച്ചു കയറി. എൻ്റെ മോള് പറഞ്ഞായിരുന്നല്ലോ അമ്മ വീട് വിട്ട് ഓടുന്ന ഒരവസ്ഥ വരുമെന്ന്. ആക്ച്വലി ഞാൻ അന്ന് തമിഴ്നാട്ടിലാണ്. അദ്ദേഹം കുത്തിപ്പൊളിച്ചു കയറി ഭയങ്കര ഡോറ് പൊളിക്കുന്ന ഒച്ച കേട്ടോണ്ട് പുറകിലത്തെ വീട്ടിൽ താമസിക്കുന്നവര് എന്നോട് വിളിച്ചു പറഞ്ഞു. എനിക്ക് ഭയമായിരുന്നു എൻ്റെ വീട്ടിലോട്ട് കയറാൻ. വെച്ചാൽ 1.5-2 വർഷമായിട്ട് അദ്ദേഹം വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാതെ കണ്ട് ഓടി വന്ന് കയറിയത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഭയന്ന് ആ വീട്ടിലോട്ട് വന്നില്ല തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോ ആ കൊറോണ ഭയങ്കര, ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹം വർഷത്തിൽ ഒരു മാസം ലീവ്, അത് കഴിയുമ്പോൾ തിരിച്ചു പൊക്കോളുമല്ലോ, എനിക്ക് വീട്ടിൽ ചെന്ന് കയറാമല്ലോ എന്ന് ചിന്തിച്ചു. അതുമല്ല എന്നോട് എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹം എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേലും താമസിക്കാം, അദ്ദേഹം പോയി ലോഡ്ജിൽ താമസിക്കേണ്ടി വരും, അതിന്റെ ആവശ്യമില്ലല്ലോ, കേസിന് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൗനമായിരുന്നു. പക്ഷെ ആ കൊറോണ കൂടി 3-4 മാസത്തേക്ക് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാതെ അദ്ദേഹം വീട്ടിലായി. അങ്ങനെ എന്നോട് ചോദിക്കാതെ കണ്ട് ഒരു മുസ്ലിംസിനെ വീടിന്റെ മേളുവശം അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തു എനിക്കെതിരായിട്ട്. അങ്ങനെല്ലാം ഇരിക്കുമ്പം കർത്താവ് എന്നോട്, ഞാൻ പലായനം ചെയ്യുക, 2 വീട്ടിൽ ഞാൻ മാറി മാറി കൊറോണയുടെ കാലത്ത് താമസിച്ചു. 5 ബെഡ്റൂം ഉള്ള വീട്, 2680 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. അത്രയും സ്വന്തമായ പേരിലുള്ള ഞാന് തെരുവിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ആയിപ്പോയി. ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കൊറോണയുടെ ടൈമാണ്, എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അവര് അത്രയും നാളും താമസിപ്പിച്ചു. ആ കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അവർക്ക് ചില സാഹചര്യ നിമിത്തം എന്നെ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. അടുത്ത വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി വിട്ടു. ഞാൻ അന്ന് രാത്രി മൊത്തം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തോ ഇങ്ങനത്തെ ശോധനകള് എന്ന് ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഷൗലിനെ പേടിച്ച്, ജീവനെ പേടിച്ച് ദാവീദ് ഓടുന്നത് പോലെ നീ ഓടിക്കൊണ്ടിരിക്കുന്നു. രാജകസേരയില് ദാവീദിനെ കൊണ്ടാക്കിയ ദൈവം ഞാനാണ്, നിന്നെ ഞാൻ ആ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും എനിക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അദ്ദേഹം താമസിക്കുന്നു, എനിക്ക് കേസിനും ബുക്കാറിനും പോയി എനിക്ക് അദ്ദേഹത്തെ പുറത്തിറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടുകാർ ഇനി എന്നെ ഇറക്കി വിടും മുമ്പ് ഇച്ചിരിയൊക്കെ കൊറോണ മാറി ഞാൻ എൻ്റെ ദേശത്തു നിന്ന് ഒരു 3-4 കിലോമീറ്റർ കോട്ടയത്ത് തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത്, ഒരൊറ്റ മുറിയുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്നോട് പുറകെ താമസിക്കുന്നവർ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡ് ദുബൈക്ക് തിരിച്ചു പോയെന്ന്. ഞാൻ അങ്ങനെ വീണ്ടും എൻ്റെ കർത്താവ് എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ രാജകസേരയെ കൊണ്ടിരുത്തു എന്ന് പറഞ്ഞല്ലോ, ഈ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. ആ സമയത്ത് അദ്ദേഹം എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും, പത്രത്തിലിടും, മിസ്സിംഗ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. കേസായി, ബുക്കാറായി. അത് കഴിഞ്ഞപ്പോ എനിക്കും നിവൃത്തിയില്ലാതെ കണ്ട് ഈ മേളിൽ താമസിക്കുന്ന മുസ്ലിംസ് ഇറങ്ങത്തില്ല. എന്തു പറഞ്ഞാലും പറയും ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ, ചേട്ടൻ ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തതുകൊണ്ട് അദ്ദേഹം വരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങത്തുള്ളെന്ന്. എനിക്ക് അവരെ ഇറക്കേണ്ടി വന്നു. ഞാൻ അന്നേരം ചോദിച്ചു, 2-3 വക്കീൽമാരോട് ചോദിച്ചപ്പോ സിവിൽ കേസാ, 3-4 വർഷം പിടിക്കും, അതുവരെ അവര് അവിടെ താമസിക്കേണ്ടി വരും, ഇത് കേസിന് പോയാൽ അങ്ങനെ ആയിത്തീരും. ഞാൻ വീണ്ടും, എനിക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവരവിടെ മേളിലിരുന്ന് അറബി ചൊല്ലുകയും ഭയങ്കര വിഷയങ്ങളാ അവര്. എനിക്ക് ഒരു ദിവസം ഈ വീട്ടിൽ സ്വസ്ഥതയില്ലാതായി. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഇവിടെ നിന്ന് ആരാധിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ എൻ്റെ നേരത്തെ താമസിച്ച കൂട്ടുകാരോട് ചോദിച്ചു, ഞാൻ ആ വീട്ടിൽ പോയി 3 ആഴ്ച ആ വീടിന്റെ മേളത്തെ നിലയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പ്രാർത്ഥിച്ചും ആരാധിച്ചും നടക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഞാൻ അതിന് മറുപടി തരുമെന്ന്. അങ്ങനെ കുറെ നാളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നമ്പർ കിട്ടുകയും ഒരു വക്കീലിന്റെ നമ്പർ അന്ന് കിട്ടി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെ മൂവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് നീ മൂവ് ചെയ്തോളാൻ. ആ ലേഡി മാത്രമാണ് എന്നോട് പറഞ്ഞത്, കുത്തിപ്പൊളിച്ച് കയറിയതല്ലേ, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരുവല്ലേ, ഇത് സിവിൽ കേസാ നീണ്ടു പോകുമെന്ന്. അങ്ങനെ കൊടുത്ത എന്നോട് അന്ന് പറഞ്ഞ് കർത്താവ്
എന്നെ ഒത്തിരി ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുമ്പോ എനിക്ക് ഭയങ്കര അപമാനമായി, നാണക്കേടായി. ഞാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ മിറ്റം പോലും കാണാത്ത ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പം ഇദ്ദേഹം അവർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവര് എന്നോട് വളരെ മോശമായിട്ട് പോലീസുകാരൻ എന്നെ ഓടിച്ചു. ഞാൻ അത് കാരണം കൊണ്ട് ഓട്ടോയിൽ ഇരിക്കുമ്പോ വെല്ലുവായി ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തെ പ്രതിയാണ് ഞാൻ ഒറ്റയ്ക്കായത്. അന്ന് എന്റെ മോള് ദർശനം കാണുമ്പം എന്നോട് പറഞ്ഞു, മമ്മി ഒറ്റയ്ക്ക് നിന്ന് ആരാധിച്ച് മുന്നേറുന്നതാ കാണുന്നെന്നാ പറഞ്ഞേ. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദർശനം കണ്ടു. ഞാന് ഒരു മരുഭൂമി തന്നെ നിൽക്കുകയാണ്. ചുറ്റോട് ചുറ്റും ഞാൻ നോക്കുന്നുണ്ട്, ഒരൊറ്റ മനുഷ്യരോ ഒരു പുൽക്കൊടി പോലുമില്ല. കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയും, കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കും, നീ എനിക്ക് അതിനൊരു കൃപ തന്നാ മാത്രം മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ആ ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കുക, എന്റെ കാലിനടിയിലത്തെ മണ്ണ് ഒഴുകി 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 ഞാൻ കുഴിയിലോട്ട് താന്നോണ്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥയിലായാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും, ഏതവസ്ഥയിലും നീ എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞു. ശരിക്കും പാസ്റ്ററെ, എന്റെ കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോയ ഒരു കാലഘട്ടമായിരുന്നത്. എന്റെ വീട് നഷ്ടപ്പെട്ടു, ഞാൻ പരദേശിയെ പോലെ ആയിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റപ്പെട്ടു പോയി. എന്റെ മക്കളില്ല എന്റെ കൂടെ. പക്ഷെ മോനും മോളും ഓരോ നിമിഷവും വിളിച്ച് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മമ്മി, ഇതും താണ്ടി കിടക്കും മമ്മി, ഈ സാഹചര്യം കഴിയും മമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര്. അങ്ങനെ ഇരിക്കുമ്പോ ഞാന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ വെല്ലുവായിലും ആ ഓട്ടോയിൽ ഇരുന്ന് കരഞ്ഞേച്ച് ഞാൻ ചോദിച്ചു, എനിക്ക് ആങ്ങളമാരുണ്ടായിരുന്നെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ ഒറ്റയ്ക്ക് കയറേണ്ടി വരത്തില്ലായിരുന്നു കർത്താവേ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുന്നത് എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട്, എന്റെ മക്കൾ ദേശത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ആ കാട്ടത്തിയെ ഞാൻ വേര് സഹിതം പറിക്കും, നീ മൗനമായിരിക്കാൻ പറഞ്ഞു. ശരിക്കും പാസ്റ്റർ, ആ കാട്ടത്തിയെ ദൈവം വേര് സഹിതം പറിച്ചു. എന്നെ കാണാതെ തന്നെ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറും ഇഞ്ചക്ഷൻ ഓർഡറും അനുവദിച്ചു. അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി നിന്നാ ശരിയാകത്തില്ലെന്ന് കണ്ട് അവര് എല്ലാ സാധനവും സഹിതം എന്റെ വീട് വിട്ട് അവര് ഓടിപ്പോയി. 3-4 മാസത്തെ വാടക എനിക്ക് തന്നില്ലായിരുന്നു. എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എന്റെ ദൈവത്തെ ആരാധിക്കുന്ന വീട് ഞാൻ ഇന്ന് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ മടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്റെ വീടിനകത്ത് ഒരു അന്യാരാധന ഉയരരുത്, അതുമാത്രമായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോഴും ഞാൻ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എങ്ങനെ ഒരു അന്യാരാധന എന്റെ വീട്ടിനകത്ത് വന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കർത്താവ് കാട്ടത്തെ വേര് സഹിതം പറിച്ചു. ഇന്ന് ഈ വീട്ടിനകത്ത് ഇരുന്ന് തന്നെ ഇത് ചെയ്തെടുക്കുവാൻ, ഈ സാക്ഷിയാകുവാൻ, ഈ ആരോമ ടിവിയിലൂടെ സാക്ഷിയാകുവാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ റോഡിലായി പോയനെ. പല പ്രാവശ്യത്തെ ജപ്തിയെ, പല പ്രാവശ്യത്തെ വീട് വിട്ട് ഓടിപ്പോക്ക് എല്ലാം കൊണ്ട് എനിക്ക് വീട് നഷ്ടപ്പെട്ട് ഞാൻ തെരുവിലാകേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറയും, പിശാചേ, ഞാൻ വിശ്വസിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഓരോ പ്രതികൂലവും വരുമ്പോ ഞാൻ പറയുമായിരുന്നു, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇന്നും ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞപ്പോ എന്റെ വീട് വിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. എനിക്ക് എല്ലാരും പറയും ഇത് പറയരുതെന്ന്, പക്ഷെ ഇത് പറയാതിരുന്ന കള്ളത്തരമായി മാറുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കള്ളം പറയാനല്ല ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത്രയും ദിവസം പക്ഷെ കേൾക്കുന്ന എന്റെ കുടുംബക്കാർ പറയാമായിരിക്കും, ഇതൊക്കെ അവന് പറയുന്ന കള്ളമാണ്. കാരണം പണ്ടൊരു ദൈവദാസി ഇറങ്ങി ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ അവരുടെ കുടുംബക്കാരെല്ലാം അതെല്ലാം കള്ളമാ അവര് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാൻ ചെയ്യാത്തത്, എന്നാൽ കഴിയാത്ത ഒരു കാര്യമുണ്ടോ എന്ന് വചനം ചോദിക്കുമ്പോൾ എന്റെ കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ കള്ളം പറയാനല്ല ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ സത്യം പറഞ്ഞത്. എനിക്ക് വേണേ പറയാം, എന്റെ ഹസ്ബൻഡിനെ പറ്റി പറയാതിരിക്കാം, പക്ഷെ ഇത് ഞാൻ ഉള്ള സത്യം. ഇത്രയും നാളും എന്റെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്റെ മോന് കാനഡയ്ക്ക് ഉണ്ടായല്ലോ. അത് കഴിഞ്ഞപ്പം അവിടെ വെച്ച് എന്റെ മരുമോള് അവിടുന്ന് യുക്രൈനിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് തോന്നുന്നു അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞില്ല. അവിടെ വെച്ച് കാനഡയിൽ വെച്ച് ഒരു മോളും കൂടെ എൻ്റെ മോൻ ഉണ്ടായി. അങ്ങനെ 3 കുഞ്ഞുങ്ങളാണ് എൻ്റെ മോൻ ഇപ്പോൾ ഉള്ളത്. ആ ബേബി ഉണ്ടായി കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 പൈസയില്ല വീട്ടിനകത്ത്. അതുപോലെ തന്നെ ദേവദാസനെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി രാജ്യക്കാരുടെ പെട്ടികൾ ഈ വീട്ടിൽ നിന്ന് കെട്ടി ഇറങ്ങുമെന്ന് എൻ്റെ മോള് ദർശനം കണ്ടെന്ന്. ഒത്തിരി രാജ്യക്കാർ എൻ്റെ മോനുള്ളപ്പോ ഇവിടെ വന്ന് പാർത്തു. മിഷണറിമാര്, സൗത്ത് ആഫ്രിക്കയിലുള്ളവരും ഒത്തിരി രാജ്യക്കാര്, ഫ്രാൻസുകാര്, ജർമ്മനിക്കാര് ഒക്കെ ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി രാജ്യക്കാരുടെ പെട്ടികൾ എൻ്റെ മോള് പറഞ്ഞതുപോലെ ഈ വീട്ടിൽ നിന്ന് കെട്ടി ഇറങ്ങുണ്ടായി. എന്തെല്ലാം ദർശനങ്ങള് ഈ വീടിനെ പറ്റി എൻ്റെ മോള് പറഞ്ഞോ അതെല്ലാം ഫുൾഫിൽ ചെയ്യുകയുണ്ടായി എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എന്നാ ഈ വീട്ടിൽ വെച്ച് ഞാൻ മീറ്റിങ്ങുകൾ നടത്താൻ തുടങ്ങി. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ശക്തന്മാരെ വാർത്തെടുക്കുമെന്ന്.
ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഇതിനകത്തുനിന്ന്, ഈ മിനിസ്ട്രിക്കകത്തുനിന്ന് പുറത്തു പോയവരുണ്ട്. അവരെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ മോന്റെ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് അവൻ നടത്തുമ്പോൾ റൗഡികളായിട്ട് നടന്ന പിള്ളേര്, അതുപോലെ തന്നെ അമ്പലപ്പറമ്പിൽ പാടിക്കൊണ്ടിരുന്ന പിള്ളേര്, അവര് കർത്താവിലോട്ട് വന്ന് അവർക്ക് ആദ്യമായിട്ട് സ്റ്റേജ് കൊടുക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കാനഡയ്ക്ക് പോകുന്ന കാര്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 പൈസ ഇല്ല കയ്യില്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതുവരെ നീ നടത്തി, ഇനിയും നീ നടത്താൻ ശക്തനാ, എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ, വിസയ്ക്ക് പോകുകയാ, വിസ കിട്ടുമോ എന്നറിയത്തില്ല, 5 ലക്ഷം രൂപ കാണിക്കണം. അപ്പം എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. ലോണ് പോലും കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല ഞങ്ങള്. എന്റെ പഴയൊരു മുസ്ലിം ഫ്രണ്ട്, അവള് ആ സമയത്ത് ഞാനുമായിട്ട് കണക്റ്റഡ് ആയി. വേറൊരു ചേച്ചി വഴിയായിട്ട് നമ്പർ കിട്ടി. അപ്പം അവള് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഒറ്റയ്ക്ക് താമസിച്ചത്, നിനക്ക് നിന്റെ മകന്റെ കൂടെ പോകാൻ മേലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ 5 ലക്ഷം രൂപ കാണിക്കണം. നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ പോലും ഒരു 500 രൂപ തരാൻ മടിക്കും. ഈ മുസ്ലിം ഫ്രണ്ട് എന്നോട് പറയാം, അതിനെന്നെ ഞാൻ തരാമല്ലോ, നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരും, നീ അത് കാണിച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന്. അങ്ങനെ 5 ലക്ഷം രൂപ കാണിക്കാനായിട്ട് അവൾ ഇട്ടു. ഞാൻ വിസയ്ക്ക് പോയി. 9 വർഷത്തേക്ക് എനിക്ക് വിസ അടിച്ചു കിട്ടി. എന്റെ മോളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളിപ്പോ അമേരിക്കയിലായിരിക്കുന്നു. അവളുടെ ഒരു കൂട്ടുകാരി ചോദിച്ചു, നിന്റെ ബ്രദറിനൊക്കെ എന്നാ ഉണ്ട് വിശേഷം? അപ്പം ഇതുപോലെ അവിടെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാ, നാത്തൂന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം അവള് പറഞ്ഞു, അതെന്നാ നിന്റെ മമ്മിക്ക് പോയാ? അന്നേരം പറഞ്ഞു, ഇതുപോലെ വിസയുണ്ട്, ടിക്കറ്റ് ഇല്ല. അപ്പൊ അവള് പറഞ്ഞു, എന്റെ ചർച്ചിൽ പറയാമെന്ന്. അങ്ങനെ ആ കുട്ടി ചർച്ചിൽ പറഞ്ഞു. അവരാരും ഒന്നും മിണ്ടിയില്ല. ഇവൾക്ക് എന്തോ വാശി പോലെയായി. ഇവള് എന്റെ മോളോട് പറഞ്ഞു, നിന്റെ മമ്മിക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തോളാന്ന്. അങ്ങനെ പാസ്റ്റർ 5 പൈസ ഇല്ലാത്തടത്ത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ആകും. ആ ടിക്കറ്റ് എൻ്റെ കർത്താവ് എനിക്ക് എടുത്തു തന്ന, ഞാൻ എൻ്റെ മോൻ്റെ അടുത്തോട്ട് 5-6 മാസങ്ങൾക്ക് മുമ്പ് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഒരിക്കലും മിനിസ്ട്രിക്ക് ഒരു ചാൻസും ഇല്ല. കർത്താവെ, എനിക്കൊരു ചാൻസ് തരണം, ഇവിടെ സാക്ഷിയാകാനാണ് നീ എന്നെ അയച്ച, കുഞ്ഞുങ്ങളെ കാണാൻ വന്നതാണ്, ഓക്കെ, പക്ഷെ നീ എന്നോട് പറഞ്ഞത് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷിയാക്കുമെന്ന്, എനിക്ക് സാക്ഷിയാകണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കനേഡിയൻ മദാമ വഴിയായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഒരു കൂട്ടത്തിൽ പോവുകയും അവിടെ വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പാസ്റ്റർ, ചെന്നൈയിലുള്ള ഒരു പാസ്റ്റർ അവിടെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അവിടേക്ക് സാക്ഷ്യം പറയാൻ എന്നെ വിളിച്ചു. 5 രാജ്യക്കാരുടെ മുമ്പിൽ അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ സാക്ഷിയാകുവാനും എനിക്കിടയായി തീർന്നു. അങ്ങനെ എൻ്റെ കർത്താവ് പറഞ്ഞ, ഇത്രയും വർഷമായിട്ട് പാസ്റ്ററെ എന്തെല്ലാം ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ എൻ്റെ കർത്താവ് പറഞ്ഞു, അതെല്ലാം കർത്താവ് ഫുൾഫില്ല് ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. എനിക്ക് ഈ രാജ്യങ്ങളൊക്കെ കാണുമ്പോഴും ഞാൻ പറയും, കർത്താവ്, ഇതിലൊന്നും ഞാൻ സന്തുഷ്ടയല്ല, എനിക്കിതൊന്നും സന്തോഷം തരുന്നില്ല. എനിക്ക് സന്തോഷം തരണമെങ്കിൽ ഒരാളോടെങ്കിലും എൻ്റെ യേശുവിനെ ഒന്ന് പറയണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ രാജ്യത്തും കാനഡയിൽ പോയി എൻ്റെ കർത്താവിന്റെ സാക്ഷിയാകുവാനും എൻ്റെ മകൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഇടയായി തീർന്നു. സ്തോത്രം. അതിലപ്പുറമായിട്ടൊരു കാര്യം പറയാം. ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി വരെയാണ്. ഞാൻ പഠിച്ച സ്കൂള് ഇപ്പോഴും ബസ്സിൽ റൂട്ടിലില്ലാത്ത ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഇംഗ്ലീഷിന്റെ ABCD കൂട്ടി വായിക്കാൻ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രവചിക്കാനൊക്കെ തുടങ്ങുമ്പോൾ എൻ്റെ മോനുള്ളപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു, ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്ന കാര്യമല്ല അവൻ പറയുന്നത്. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് ഇംഗ്ലീഷിൽ പ്രവചിക്കണം. അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലാത്ത കർത്താവ് എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. ആരെങ്കിലും പഠിത്തമില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി. സകല ഭാഷകളെയും കലക്കിയവൻ അവനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഗോപുരം പണിത കാലത്ത് എന്നെ അതാണ് ടച്ച് ചെയ്തത്. ഭാഷകളെ അവൻ കലക്കിയെങ്കിൽ ഭാഷ തരാനും അവന് പറ്റുമല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ ഫ്ലുവൻ്റ് ആയിട്ടല്ലെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കൃപ ചെയ്തു. എൻ്റെ കൂടുതലും മിനിസ്റ്റർ തമിഴാണ്. ഞാൻ തമിഴ്നാട്ടിലായിരുന്ന കാലത്ത് തമിഴ് പഠിക്കാനും അങ്ങനെ കർത്താവിന്റെ വേലയിൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടാനും എല്ലാം കർത്താവ് കൃപ ചെയ്തു. കൂടുതലും തമിഴ്നാടുകളിലോട്ടൊക്കെയുള്ള മിനിസ്ട്രിയിലൊക്കെ ആ പഴയ ആദ്യകാലത്ത് അത് കർത്താവ് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്തിനാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇത്രയും വർഷമായിട്ട് 20 വർഷക്കാലമായിട്ട് കർത്താവിന് വേണ്ടി ഓടുവാനും
അനേക അനുഭവങ്ങളിലൂടെ വീട് വിട്ട് അനാഥയെ പോലെ ആയി ഓടിയ സമയത്തും അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. എല്ലാ മഹത്വവും മാനവും അപ്പൻ അർപ്പിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ കർത്താവ് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം 2 കൺട്രികളിൽ അവരും ആയിരിക്കുന്നു. സ്തോത്രം. ഈ ഒരു അവസരത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാനൊന്ന് പറയട്ടെ, ജീവനുള്ള ദൈവത്തെ പിൻപറ്റി ചെന്നാൽ ഒരിടത്തും ലജ്ജിപ്പിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവന്റെ വചനം പറയുന്നു, ഒരു നാള് നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുന്നു. ഒരു നാള് നമ്മളെ അവനെ ഉപേക്ഷിക്കത്തുമില്ല. എല്ലാവരും ഉപേക്ഷിച്ചിട്ടും എല്ലാവരും പ്രിയപ്പെട്ടവൻ പോലും വിട്ടുപോയിട്ടും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഇന്നും കൂടെ ഇരുന്ന് നടത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരത്തില് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയാകുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ടും ഇതിന് മുഖാന്തരമായി തീർന്ന അലിസാറാണ്. അലിസാറിനോടും ഉള്ള നന്ദിയും അരോമ ടിവിയോടും ദേവദാസനോടും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൽ താൻ കടന്നുപോയതായ ആ പ്രതികൂലങ്ങളുടെ നടുവിലും കൈവിടാതെ കൂടെ ഇരുന്ന സ്നേഹനിധിയായ സർവശക്തനായ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ആ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല അനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാണ്. രൂത്ത് ചേർന്ന് നിന്നതുപോലെ, നവോമിയോട് ചേർന്ന് നിന്നതുപോലെ പ്രതികൂലങ്ങളുടെ നടുവിലും വിഷയങ്ങളോട് ചേർന്ന് നിൽക്കാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, വിട്ടുപോകുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാതെ വിട്ടുപിരിയാത്ത കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവ് പിന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ, ദൈവകൃപയിൽ നിർത്തട്ടെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇനിയും ഓടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സോഫിയ സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് ഈ വെളുപ്പാങ്കാലത്തോട് അടുത്ത സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സാക്ഷിയായിരിക്കാൻ തന്ന അവസരത്തിനായി നന്ദി. കർത്താവെ, ഈ ചാനലിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയെയും ശ്രേഷ്ഠദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വീണ്ടും രാജ്യങ്ങളിൽ കിടക്കുന്ന ജനത്തിന് ഇതൊരു ആശ്വാസമായി മാറട്ടെ. ക്രിസ്തുവിലുള്ള ജനത്തിനെ ബലപ്പെടുത്തുവാൻ ഇത് ആശ്വാസമായി മാറട്ടെ. കർത്താവെ, അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദേവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഇന്ന് ഈ സാക്ഷ്യം കേട്ട് ബലപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തെങ്കിൽ കർത്താവിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. വീണ്ടും ആ ജനത്തെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേക രോഗത്തിന്റെ സൗഖ്യങ്ങൾ നടന്നത് ഞാൻ ഇതിനകത്തൂടെ സാക്ഷീകരിച്ചു. ആരെങ്കിലും രോഗിയായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ രോഗസൗഖ്യം സംഭവിക്കട്ടെ. കർത്താവെ, പാലായനം ചെയ്യുന്നതിനെ പറ്റിയും വീട് നഷ്ടപ്പെട്ടതിനെ പറ്റി ഞാൻ സംസാരിച്ചു. ആരുടെയെങ്കിലും വീട് നഷ്ടപ്പെട്ട് ഭാരത്തോടായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും വീടില്ലാതിരിക്കുന്നെങ്കിൽ കർത്താവ് അവരെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. യേശുവേ, ഹല്ലേലൂയ. ഒത്തിരി വേദനകളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോയതിനെ പറ്റി പറഞ്ഞു. ആരെങ്കിലും വിശ്വാസത്തെ പ്രതി പീഡനം ഏൽക്കുന്നുണ്ടെങ്കിൽ അവരെ കർത്താവ് ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. വിദേശ രാജ്യങ്ങളിൽ വാതിൽ തുറക്കാതിരിക്കുന്നവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കടന്നു വരട്ടെ. കർത്താവെ, അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൻ അത്ഭുതമാക്കി തീർക്കണം. ചിലര് കർത്താവെ ഇപ്പോഴും ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ കർത്താവിന് വേണ്ടി സംശയിച്ച് നിൽക്കുന്നവരെ ചിലരെ ആത്മാവിൽ ഞാൻ കാണുന്നു. അവർ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ, കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുവാൻ കർത്താവെ നീ അവരെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുന്നവർ, വേദനപ്പെട്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നപ്പ. ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവത്തെ പറ്റി അടിയൻ സംസാരിച്ചതുകൊണ്ട് റീസ്റ്റോറിങ് നടക്കട്ടെ അവരുടെ ജീവിതത്തിൽ. അവിടുന്ന് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവരും ഗുഡ് ബൈ, ഗോഡ് ബ്ലസ് യു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ?
എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com